തക്ദീറാണോ ഓന് കൂടുതൽ കിട്ടിയ തക്ദീർ, എൻ്റെ അത് വേറെ തക്ദീർ. അപ്പോൾ അൽഹംദുലില്ലാ, തക്ദീറിന് എത്ര നല്ലതാണ്. തക്ദീർ കണക്കാക്കിക്കളാം. ഒരു നിലക്ക് തക്ദീർ സുഖല്ലേ? തക്ദീർ ഒരു സുഖമാണ്. ഇപ്പോൾ മൂത്താപ്പാക്ക് ഞാൻ പറഞ്ഞ മൂത്താപ്പാക്ക് പൂട്ടി പിടിച്ച കച്ചവടം. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് കച്ചവടമൊക്കെ പൊളിഞ്ഞു. പിന്നെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് മകൻ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തോണ്ട് ഇങ്ങനെ കഴിഞ്ഞു വിടുകയാണെങ്കിൽ നമ്മളെ ബാപ്പാക്ക് 45-50 വയസ്സായി, മൂത്താപ്പാക്ക് പേരും കച്ചവടം, ബാപ്പ നമ്മളെ ബാപ്പാൻ്റെ കച്ചവടം ഒക്കെ പൊളിഞ്ഞു ചെയ്തു. അപ്പോൾ ഭാഗ്യവാനാരാ? കഞ്ഞി കുടിക്ക് കഞ്ഞിയും ചോറും ഒക്കെ കൃത്യമായി 2 വീട്ടിലുണ്ട്. അവിടെ ഒരു മകൻ ഗൾഫ് പോയത് ഇങ്ങനെ അയക്കുന്നുണ്ട്. പിന്നെ അട്ടിയൊക്കെ പൈസ ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ ഒരു ഭാഗ്യമുണ്ട്, എന്ത് മാനോട് മുഖത്തേക്ക് നോക്കി വാപ്പാക്ക് അങ്ങനെ കുത്തിരിക്കുക. ആ ഭാഗ്യം ആർക്കില്ല, മൂത്താപ്പാക്കില്ല. മൂത്താപ്പ ഈ ഇരുട്ടത്ത് വന്നിട്ട് ഉമ്മാൻ എന്ന് കണ്ട് നേരെ മുഖം പായണം, വർത്താനം പറയുക, കൈ പിടിക്കുക, പാട്ട് കേൾക്കുക, പാട്ട് രണ്ടാളും പാടുക. രണ്ടാളും കൂടി ഒന്നിച്ച് തന്നെ വല്യാപ്പാൻ്റെ പേരിലൊന്ന് പോയി പിന്നെ അവിടെ പോയി ഇവിടെ പോയി. അപ്പോഴാണ് പിന്നെ ഓളെ കുടുംബത്തിലൊരു അമ്മായി സുഖം നടക്കേണ്ട, അവിടെയും പോയി. മരിച്ചോടത്ത് പോകാൻ വരെ ആർക്ക് നേരല്ല, മൂത്താപ്പാക്ക് നേരല്ല. നമ്മളെ പാപ്പ ഉമ്മ പറഞ്ഞു, നമുക്ക് ഉമ്മാൻ്റെ പേരിൽ പോയപ്പോൾ ഉമ്മ പറഞ്ഞു, എൻ്റെ അമ്മായി ഒരു സുഖമില്ലാതെ ഇവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കയറിയാൽ ഒരുപാട് സ്ഥലത്തുണ്ട്. ഈ ലോകത്തെ എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാന അസൂയ. എല്ലാ പ്രശ്നം എല്ലാ പ്രശ്നം അസുര പ്രശ്നം അസൂയാണ്. എല്ലാം പ്രശ്നം അസൂയാണ്. എല്ലാം എന്നുള്ള കുട്ടിക്കൂടി എല്ലാം അസൂയാണ്. അപ്പം ഈ അസൂയ എന്താ ചെയ്യുന്നത്? ഞാൻ അസൂയൻ്റെ വിളവ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തർക്കങ്ങൾ, ഈ തർക്കങ്ങളുടെ അടിസ്ഥാനം പരിശോധിച്ചാൽ അസൂയായിരിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, പിന്നെ നിങ്ങൾക്ക് വലുതാക്കും ചെറുതാക്കും ഒക്കെ നിങ്ങളെ സൗകര്യം പോലെ ഇമാജിൻ ചെയ്യാം. ഉദാഹരണം, നമ്മൾ എല്ലാവരും, ഞാൻ, മാഷ്, നിങ്ങൾ സലാം, നമ്മൾ 5-8 ആളുള്ള ഒരു കമ്മിറ്റി. ഈ കമ്മിറ്റിയിൽ സലാമിനോട് എനിക്ക് എന്തോ വൈരാഗ്യ അസൂയം സങ്കല്പിക്കുക. ഇന്ന് നമ്മളെ നാട്ടിൽ ഇതിനപ്പുറം ഒരു അണുമണി തൂക്കം നടക്കണില്ല എന്നാണ് എൻ്റെ അവസാനത്തെ കണ്ടെത്തൽ. അപ്പം എനിക്ക് വൈരാഗ്യമാണ് ആരോട്? വൈരാഗ്യത്തിന് അസൂയ വൈരാഗ്യമായി മാറി. അങ്ങനെ ആയപ്പോഴാണ് എന്തോ ഒരു സംഭവം ഉണ്ടായത്. സംഭവം ഒന്നുമല്ല, സലാമിൻ്റെ മകളെ കെട്ടിച്ചപ്പോൾ അവിടെ ചെറിയൊരു ഗാനമേള നടന്നു എന്ന് സങ്കല്പിക്കും. അപ്പോൾ നമ്മൾ പിന്നെ അയിമ പണിയെടുക്കും. മോനെ കമ്മിറ്റി എന്ന് പുറത്താക്കണം, നാട്ടുകാരൊക്കെ പ്രശ്നത്തിലാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് തീർക്കും ചെയ്യാം. പ്രശ്നത്തിലാണ് പറഞ്ഞിട്ട് പിന്നെ അടിയന്തര കമ്മിറ്റിയോ മറ്റേ കമ്മിറ്റി ബനിയൊക്കെ വിളിച്ച് അതിന് കുറച്ച് ആളുകളുണ്ട്, ഓരും കൂടുകയാണ്. ആ ചോറ് തിന്നോലെ തന്നെ ഇതിൽ പണിയെടുക്കും. അങ്ങനെ കൂടിയിട്ട് പിന്നെ എന്താ ചെയ്യുക? സലാമിനെ പുറത്താക്കും. ജനങ്ങളോട് എന്ത് പറയും? പിന്നെ നമ്മുടെ മേലിൽ പറഞ്ഞാൽ നമ്മളത് പ്രസംഗിക്കാം. ഞാൻ ഇതിനൊന്ന് പ്രസംഗിച്ച് നോക്കണേ. പൗരാണികമായ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് വരുന്ന നമ്മുടെ മേലിൽപ്പെട്ട ഒരു കമ്മിറ്റിക്കാരൻ ഇങ്ങനെ ഒരു ഗാനമേള നടത്തുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിനോടും മതത്തിനോടും മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ വന്ന വഴിയോടും യോജിക്കാത്തത് കൊണ്ട് അവനെ പുറത്താക്കാൻ കമ്മിറ്റി ഇന്നലെയോടും കൂടിയ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ. അന്തല്ലാതെ പള്ളിക്കാരന് ബനൻ അന്തല്ല, പിന്നെ അങ്ങനെ ബാക്കിയുള്ളവർക്ക് അന്തല്ല പോലെ അല്ലാഹു അക്ബർ പറഞ്ഞ്. എടാ, എല്ലാ അല്ലാഹു അക്ബറിൻ്റെയും അടിസ്ഥാന അസൂയ ഏതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഉൾപ്പെടുത്തിയത്? ഇന്ന് കേരളത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇടയിൽ നടക്കുന്നതിൻ്റെ മുഴുവനും ആക്ഷൻസിൽ മുഴുവൻ കുറ്റല്ല, അതിലെടുത്ത ആക്ഷൻ്റെ അടിസ്ഥാനം അസൂയാണ്. 100%. അതാരെ പുറത്താക്കിയത്? ഞങ്ങൾ പറഞ്ഞത് ആരെ പുറത്താക്കിയ അസൂയ. ഈ പ്രശ്നമൊക്കെ പരിഹരിക്കുക. ഇനിയിപ്പോൾ സലാമിനോട്, സലാം അങ്ങനെ കാട്ടിയിട്ടില്ലേ? കാട്ടി. എന്താ പറയുക? സലാമേ, ഈ കളിച്ച കളി എന്നെ ഇവിടുന്ന് പുറത്താക്കേണ്ടത്. പക്ഷേ ഇത് നാട്ടിലെ മനുഷ്യനാണ്, ഇത് നമ്മളെ കൂടുതൽപ്പെട്ട ഒരാളാണ്. ഇനി മേലാൽ ഈ കളി കളിക്കരുത്. ഓനോട് എഴുതി ഒപ്പിടൂടെ? ഞാനിതിൽ മാപ്പ് ചോദിച്ചിരിക്കുന്നു. 4 മനുഷ്യനെ ഞങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ എന്നെ പുറത്താക്കും. ഇതിന് എഴുതി ഒപ്പിടും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ്, അല്ലെങ്കിൽ ഓനൊന്ന് 4 വാക്ക് പറഞ്ഞ് ആ പ്രശ്നം അവിടെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ചെയ്തൂടെ? എല്ലാ പ്രശ്നം തീരും. ഒരു പ്രശ്നമില്ല. എല്ലാ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന അസൂയ, 100% അസൂയ. പക്ഷെ നാട്ടുകാർക്കത് തീരില്ല. നാട്ടുകാർ പിന്നെ ഇതിൻ്റെ മേൽ 100 പ്രസംഗം നടത്തും. എന്ത്? ഇസ്ലാമിനെ പുറത്താക്കിയില്ലേ എന്ന് പറയുമ്പോൾ മറ്റൊരു എന്താ പറയുക? എന്ന് അന്ന് തന്നെ ഞങ്ങൾ ജനറൽ ബോഡി വിളിച്ചു കൂട്ടി പള്ളിയിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടില്ലേ? ആയത്തോ ഹദീസോ അല്ലേ അന്ന് മൂല്യം ഓടിയത്? പ്രശ്നം അസൂയ മാത്രം. 100% അസൂയ, 100% അസൂയ. കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എൻ്റെ ഓർമ്മ വെച്ചിട്ട് നടന്ന എല്ലാ സംഭവങ്ങളുടെ കാര്യം അസൂയാന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും.
എൻ്റെ ഓർമ്മ വെച്ചിട്ട് മലബാറിൽ നടന്ന എല്ലാ തർക്കങ്ങളുടെയും അടിസ്ഥാനം അസൂയായിരുന്നു എന്നാണ് എൻ്റെ അവസാനത്തെ കണ്ടെത്തൽ. ഈ പ്രശ്നമൊക്കെ രമ്യമായി പരിഹരിക്കായിരുന്നു. ഇപ്പോൾ സുന്നികൾ രണ്ടായി മാറി 1989 ഞാൻ മനസ്സിലാക്കണം അടിസ്ഥാന അസൂയ. ഇനി എന്നോട് ചോദിക്കരുത്, ഞാൻ പിന്നെ മാന്തി അവസാനവും പറഞ്ഞു. ഇപ്പം നടക്കണതോ അടിസ്ഥാന അസൂയ. ഈ പ്രശ്നം അങ്ങനെ നല്ലാതെയും പരിഹരിക്കാം. അവരൊക്കെ ഒതുങ്ങും ചെയ്യും. ഇവരൊക്കെ ഉള്ളിൽ മനുഷ്യന്മാരൊക്കെ നല്ലതാണ്. ഈ രണ്ടൂട്ടത്തെ മനുഷ്യന്മാർ നല്ലതാണ്. പിന്നെ ഇപ്പം അങ്ങോട്ടും കൂടി തെറ്റിയ പലതും പറയില്ലേ, അങ്ങോട്ടും കൂട്ടി തെറ്റിയ പലതും പറയില്ലേ. സലാമിന് എന്നെ പറ്റി എന്ത് പറയാം? മൂപ്പർ ഇപ്പോഴല്ലേ കുപ്പായിട്ട് മൂല്യരായത്. പണ്ട് മൂപ്പരവസ്ഥ എന്ത് എനിക്കെന്ത് പറയാം? ഓൻ ഇടക്കിടക്ക് ബാംഗ്ലൂരിൽ പോണതേ എന്തിനാണ് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. മലബാറിൽ മാപ്പിളാരുടെയിൽ അസൂയ അല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നമൊക്കെ രമ്യമായി പരിഹരിക്കായിരുന്നു. 89 പ്രശ്നം എടുക്കും. ഒക്കെ പരിഹരിക്കാമായിരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ അസൂയ വർക്ക് ചെയ്തു. പിശാച് ജയിച്ചു, നമ്മൾ തോറ്റു. അവസരോചിതം ഇടപെടാൻ ആർക്കും കഴിഞ്ഞില്ല. അതിനെ കാര്യം അതൊക്കെ തക്ദീർ അങ്ങനെയായിരിക്കും. നമ്മൾ പോലെ ഒന്നും കുറ്റം പറയണ്ട. പക്ഷെ ഇവിടെ ആര് വർക്ക് ചെയ്തിട്ടുണ്ട്? അസൂയ വർക്ക് ചെയ്തിട്ടുണ്ട്. അസൂയ ഉണ്ടാവുമല്ലോ, ഉണ്ട്, ഉറപ്പായിട്ടുണ്ടാവും, പലതും ഉണ്ടാവും. അപ്പോൾ ഈ വിഷയത്തിൽ ധാരാളം മെൽബൺ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൽബൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനമുണ്ട്. ഇതാണ് അതിനുവേണ്ടി ഒരു നടത്തിയ 12ഓളം വർഷം നടത്തിയ പഠനത്തിൽ അസൂയ കൂടുതലുള്ള ആളുകളിൽ മാനസിക ആരോഗ്യം കുറയും, സന്തോഷം കുറയും, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കൂടും. അസൂയ ഉള്ള ആളുകൾക്ക് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കൂടും. അതായത് മാനസികമായ ബുദ്ധിക്ക് ഒരു വൈബ്രേഷൻ സ്വാഭാവികമായി വരും. അങ്ങനെയാണ് അവർക്ക് വ്യക്തമായ തീരുമാനം എടുക്കാൻ കഴിയില്ല. പല കാര്യത്തിലും അസൂയ ഉണ്ടായാൽ കഴിയില്ല. ഈ വിഷയം പഠനം ഇതിപ്പോൾ ഏത് പഠനം നടത്തിയത്? സിഹത്തുൽ ജസദി മിൻ ഖില്ലത്തിൽ ഹസദി എന്ന അലി റളിയല്ലാഹുവിൻ്റെ വാക്കിനെ ഞാൻ പുതിയ കാലത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ വിഷയത്തിൽ ഇപ്പം പരലോകത്ത് കുറ്റം കിട്ടുന്നതായിരുന്നു ഇതുവരെ നമ്മൾ കേട്ടിരുന്നത്. പക്ഷെ അത് മാത്രമല്ല, അവൻ്റെ എന്തും നശിക്കും, ആരോഗ്യം നശിക്കും എന്ന് പുതിയ ആധുനിക സയൻസ് കണ്ടെത്തി. ഇത് 1400 കൊല്ലം മുമ്പ് ആര് പറഞ്ഞിട്ടുണ്ട്? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അസൂയൊക്കെ എന്നിട്ടോ നിങ്ങളെ ശരീരം നശിച്ചു. സത്യം 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 സത്യം. ചൈനയിൽ ഈ വിഷയത്തിൽ പഠനം നടന്നിട്ടുണ്ട്. ചൈനീസ് യൂണിവേഴ്സിറ്റിയും പല യൂണിവേഴ്സിറ്റിയും നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അസൂയുള്ളവർക്ക് ഡിപ്രഷൻ കൂടും, അസൂയുള്ളവർക്ക് സോഷ്യൽ സപ്പോർട്ട് കുറയും, സൈക്കോളജിക്കലായി അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഒരു ഡിപ്രഷന് മനുഷ്യന് പിന്നീട് വളർന്നു വരാവുന്ന ഒരു ഡിപ്രഷൻ്റെ അടിസ്ഥാനം പലപ്പോഴും അസൂയയാണെന്ന് അവർ കണ്ടെത്തി. ചൈനയിൽ ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. ആസ്ട്രേലിയയിലെ പഠനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടും. അപ്പോൾ വെറുതെ നമ്മളെ മഹാന്മാരായ മുൻഗാമികൾ ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല. സ്ട്രെസ് അധികരിക്കും, ഭയങ്കരം ഹോർമോൺ മാറ്റം സംഭവിക്കും. ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുണ്ട് പല ശാസ്ത്രജ്ഞന്മാരും. അപ്പോൾ എന്താണ് അസൂയ? ഒരു നെഗറ്റീവ് സൈക്കോളജിക്കൽ ഇമോഷൻ ഉണ്ടാക്കും. ഒരു നെഗറ്റീവ് സാഹചര്യം എൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കും. നെഗറ്റീവായൊരു അവസ്ഥ ഉണ്ടാക്കും. എന്തിനോടും വിമുഖത കാണിക്കുക. മെൻ്റൽ ഹെൽത്ത് ദോഷകരമായി ബാധിക്കും. സ്ട്രെസ് അധികരിക്കും. ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് അധികരിക്കും. അതായത് ദഹന പ്രക്രിയ കുറയുക. അപ്പോൾ കുത്തൽ കടച്ചലൊക്കെ കൂടും. ഇപ്പോൾ ദഹനം കുറഞ്ഞാൽ സംഭവിക്കുന്നതാണ് എന്ത്? സന്ധിവേദനകൾ ഉണ്ടാവും, പലതും ഉണ്ടാവും. അൾസർ വരും. ദഹനം കുറഞ്ഞാൽ അൾസർ വരും. ദഹനം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണമാണെന്ത്? അസൂയ. കണ്ടെത്തിയിട്ടുണ്ട്, ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്, ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം പഠനമുണ്ട് ഈ വിഷയത്തിൽ. അമേരിക്കയിലെ മയോ ക്ലിനിക്ക് നടത്തിയ ഒരു പേഴ്സണാലിറ്റി സ്റ്റഡി നടത്തിയ ഒരു പഠനത്തിൽ അതിന് ഏകദേശം 7000ഓളം ആളുകളെ ഈ വിഷയത്തിൽ ധാരാളം വർഷങ്ങൾ എടുത്ത് അവർ 40 വർഷത്തോളം നടത്തിയ പഠനം. ഇവരെ അളക്കാൻ വേണ്ടി മാനസിക ചോദ്യാവലി ഉപയോഗിച്ച ശേഷം ഇവരെ 40 വർഷത്തോളം പിന്തുടർന്ന് നിരീക്ഷിച്ചു. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഒരു പഠന റിപ്പോർട്ട്, അസൂയക്കാരായ ആളുകൾ നേരത്തെ മരിക്കുന്നു എന്നാണ്. അങ്ങനെ അജൽ മാറി എന്നല്ല, അജൽ കുറഞ്ഞ ആളുകളിൽ ഈ സ്വഭാവം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് അതായത് മെൻ്റലി പ്രോബ്ലംസ് അധികരിക്കും, മാനസിക സമ്മർദ്ദങ്ങൾ കൂടും. അപ്പോൾ സ്വാഭാവികമായി ഇവർക്ക് പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും.
അപ്പോൾ അൾസർ വന്ന ആ വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകാൻ എളുപ്പമാണ്. അൾസർ തന്നെ മതിയല്ലോ. അൾസർ എന്നാണ് വലിയൊരു രോഗമാണ്, ഭയങ്കര അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനെ പലതും, പിന്നെ കുത്തിരി കടിച്ചിട്ട് ഉറക്കം കുറവ്, ഇങ്ങനെ പലതും. ഇതൊക്കെ ടെൻഷൻ അധികരിക്കും, മാനസിക സമ്മർദ്ദം അധികരിക്കും, ആശങ്ക, വൈരാഗ്യം കൂടും. വൈരാഗ്യമുള്ള ആളുകൾ നേരത്തെ മരിക്കും. വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല. ഫ്രാൻസിലെ ഗസൽ കോഹോർട്ട് സ്റ്റഡി നടത്തിയ ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഒരു പഠനം, ഇന്റർനാഷണൽ ജേർണൽ ഓഫ് എപ്പിഡെമിയോളജി നടത്തിയ ഒരു പഠനം. ആ പഠനത്തിൽ ഏകദേശം 12 വർഷത്തിലധികം ഈ വിഷയത്തിൽ ആരോഗ്യം നിരീക്ഷിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കാര്യം ഇത്തരം ആളുകൾക്ക് നെഗറ്റീവ് വികാരങ്ങൾ അധികരിക്കും. ഈ നെഗറ്റീവ് വികാരങ്ങൾ അധികരിക്കുന്ന ആളുകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അധികരിക്കും. നെഗറ്റീവ് വികാരങ്ങൾ അധികരിച്ചാൽ വൈരാഗ്യം കൂടും. നേരത്തെ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില വിഷയങ്ങളിൽ ഇത് 2 ഇരട്ടി മുതൽ അതിലധികം വരെ അപകട സാധ്യത ഉണ്ടാക്കുമെന്ന് കണ്ടെത്തി. വളരെ പ്രധാനപ്പെട്ട പഠനങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അസൂയ പോലെ നെഗറ്റീവ് വികാരങ്ങൾ നേരത്തെ മരണസാധ്യത ഉള്ളതായി കണ്ടെത്തി ഫ്രാൻസിൽ. മാനസിക സമ്മർദ്ദം അധികരിക്കും. കോർട്ടിസോണിൻ്റെ നില ഉയരും. അത് തലച്ചോറിലുണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരവസ്ഥയാണത്. അങ്ങനെ വന്നാൽ ശരീരം വേദനിക്കും. ശരീരത്തിലെ അതെ അത് അധികരിക്കും. ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കും ശരീരത്തിൽ. രക്തസമ്മർദ്ദം ഉയരും. ഹൃദയരോഗ സാധ്യത വളരെ കൂടും. ഹാർട്ട് അറ്റാക്ക് അധികരിക്കും. അസൂയുള്ളവർക്ക് ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടും. അത് സത്യമാണ്. കാരണം ഇതിങ്ങനെ കാണുമ്പോൾ എൻ്റെ സുഖം ഇങ്ങനെ കാണുന്നതനുസരിച്ച് മറ്റവന് ഉണ്ടാവും, സഹിക്കാനേ കഴിയാതെയോ. വേവും പോലും ചൂടും ബാപ്പാനെ എപ്പോഴും മിന്നി കൊടുക്കണം. എന്താ മിന്നി കൊടുക്കേണ്ട കാര്യം? ബാപ്പാൻ്റെ കച്ചവടമൊക്കെ പൊളിയാണ്, ബാപ്പാൻ്റെ കാക്കാൻ്റെ കച്ചവടം കൂടുവാണ്. പിന്നെ ബാപ്പാക്ക് ഒരു സുഖമല്ല. വേവും ചൂടും ആവി, അങ്ങനെ ഭയങ്കര സുഖം, ഭയങ്കര ഇടങ്ങേറ്. മുത്താപ്പ അവിടെ കാലും മർപ്പിച്ചാണ് അങ്ങനെ മറ്റേ യേശുദാസിൻ്റെ പാട്ടും കേട്ട് മൂത്താപ്പക്ക് നല്ല സുഖമാണ്, പാപ്പാക്ക് ബി പി കൂടുതൽ. മറ്റേ തക്ദീറാണോ ഓന് കൂടുതൽ കിട്ടിയ തക്ദീർ, ഇൻ്റെത് അത് വേറെ തക്ദീർ. അപ്പം അൽഹംദുലില്ലാ, തക്ദീറിന് എത്ര നല്ലതാണ്. തക്ദീർ കണക്കാക്കിക്കളാം. ഒരു നിലയ്ക്ക് തക്ദീർ സുഖമല്ലേ? തക്ദീർ ഒരു സുഖമാണ്. ഇപ്പം മൂത്താപ്പാക്ക് ഞാൻ പറഞ്ഞ മൂത്താപ്പാക്ക് പൂട്ടി പിടിച്ച കച്ചവടം. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് കച്ചവടമൊക്കെ പൊളിഞ്ഞു. പിന്നെ ഇപ്പം ഗൾഫിൽ നിന്ന് മകൻ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തോണ്ട് ഇങ്ങനെ കഴിഞ്ഞു വിടുകയാണെങ്കിൽ, നമ്മളെ പാപ്പാക്ക് 45-50 വയസ്സായി, മൂത്താപ്പാക്ക് പേരും കച്ചവടം, പാപ്പ നമ്മളെ പാപ്പാൻ്റെ കച്ചവടം ഒക്കെ പൊളിഞ്ഞു ചെയ്തു. അപ്പോൾ ഭാഗ്യവാൻ ആരാ? കഞ്ഞിയും ചോറും ഒക്കെ കൃത്യമായി 2 വീട്ടിലുണ്ട്. അവിടെ ഒരു മകൻ ഗൾഫിൽ പോയത് ഇങ്ങനെ അയക്കുന്നുണ്ട്. പിന്നെ അട്ടിയൊക്കെ പൈസ ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ ഒരു ഭാഗ്യമുണ്ട്. എന്ത്? ഉമ്മാനോട് മുഖത്തേക്ക് നോക്കി വാപ്പാക്ക് അങ്ങനെ കുത്തിരിക്കുക. ആ ഭാഗ്യം ആർക്കില്ല, മൂത്താപ്പാക്കില്ല. മൂത്താപ്പ ഈ ഇരുട്ടത്ത് വന്നിട്ട് ഉമ്മാനെ എന്ന് കണ്ട് നേരെ മുഖം പായണം, വർത്താനം പറയുക, കൈ പിടിക്കുക, പാട്ട് കേൾക്കുക, പാട്ട് രണ്ടാളും കൂടി ഒന്നിച്ച് തന്നെ വല്യാപ്പാൻ്റെ പേരിലൊന്ന് പോയി പിന്നെ അവിടെ പോയി ഇവിടെ പോയി. അപ്പോഴാണ് പിന്നെ കുടുംബത്തിലൊരു അമ്മായി സുഖം നടക്കേണ്ടത്, അവിടെയും പോയി. മരിച്ചോടത്ത് പോകാൻ വരെ ആർക്ക് നേരല്ല, മൂത്താപ്പാക്ക് നേരല്ല. നമ്മളെ പാപ്പ ഉമ്മ പറഞ്ഞു, ഉമ്മാൻ്റെ പേരിൽ പോയപ്പോൾ ഉമ്മ പറഞ്ഞു, എന്ത് അമ്മായി ഒരു സുഖമില്ലാതെ ഇവിടെ കിടക്കണ്ട്, നമുക്ക് എവിടെ നിന്ന് കയറിയാലോ. ആ കയറി, നമുക്ക് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്ന് അമ്മായിനെ കണ്ട് വർത്താനം പറഞ്ഞു, അമ്മായിനോട് ദ്വാരക്കാൻ പറഞ്ഞു, നല്ല വർത്താനം പറഞ്ഞു. അപ്പോൾ ഓര് പറഞ്ഞു, ഉച്ചയ്ക്ക് നീ ചോറിന്ന് പോയാൽ മതി. അപ്പോൾ അവിടെ കുത്തിരുന്ന് ചോറും തിന്ന് നല്ല വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന കുടുംബ ബന്ധം. പിന്നെ ആ കുടുംബക്കാർ എന്നും എന്ത് പറയും? എന്താണെങ്കിലും ഇടക്കിടക്ക് ഒരു പേരും നല്ല മനുഷ്യന്മാരാണ്. ഉമ്മാക്ക് സുഖമില്ലായിട്ട് രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് ചോറിന്നിട്ട് പോയത്. മുത്താപ്പാനെ പറയുമ്പോൾ ഒരിക്കൽ യാതൊരു വിലയില്ല. എന്തുകൊണ്ട്? ഓനൊക്കെ ആരാ അറിയും? അങ്ങനെ ഒരു ഏട്ടം മുപ്പർക്ക് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, അത്രേ പറയുള്ളൂ. അല്ലേ? ലാഭമല്ലേ ഉണ്ടായത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അനുഭവിച്ചൊരു സന്തോഷകാലം കൊറോണയാണ്. ഭയങ്കര കാലമാണ്, ഭയങ്കര കാലം. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് പൂതിയാണ് കൊറോണ കാലം. പലതും എന്ന് പറഞ്ഞാൽ പലതും. റോട്ട് പണിന്നൊരു വണ്ടിയോ ഇല്ല. ഞാൻ കോഴിക്കോട്ടേക്ക് 2 ദിവസം കൂടുമ്പോൾ കോഴിക്കോട്ടേക്ക് വരും, 2 ദിവസം നമുക്ക് മൂത്തടുത്ത് പോകും. അപ്പോൾ ഉള്ള സുഖം എന്താ വെച്ചെങ്കിൽ റോട്ട് മേലുണ്ട് ഇറങ്ങിയാൽ നമ്മൾ തന്നെ രാജാവും. ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ 10 മിനിറ്റ് നിർത്തും, വിടും. അപ്പോൾ അവിടെ അങ്ങനെ കിടക്കും. ആയിക്കോട്ടെ, എന്നാലും ഒരു 10 മണിയാകുമ്പോൾ മൂത്തടുത്തെത്തും, ഇങ്ങോട്ടും എത്തും. റോട്ട് മേല ഒരു മനുഷ്യൻ രാജാവ്, നമ്മളെ വേണ്ടി റോഡ് ഉണ്ടാക്കിയ മാതിരി ഉണ്ടാവും. ഒരു മനുഷ്യൻ റോട്ടും ഉണ്ടാവില്ല.
വണ്ടി ഇങ്ങനെ സ്പീഡിൽ പോകാൻ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ കൈയാട്ടി നിർത്തും. ഭയങ്കര നല്ല കാലം. ഞാൻ അത് ഉണ്ടാക്കാൻ കൊതിക്കല്ല, എന്നാൽ കൊതിക്കാതെക്കുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു കാലം. വലിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ തൊടുവിലുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കഴിക്കും. ചക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, ഇവിടുത്തെ അങ്ങോട്ട് കൊടുക്കും, അവിടുത്തെ ഇങ്ങോട്ട് കൊടുക്കും. എല്ലാവർക്കും ഈ ചക്കയും മാങ്ങ അതൊക്കെ തന്നെയുള്ളൂ. വാങ്ങാനൊന്നുമില്ല, പീടിയില്ല, ഭക്ഷണമില്ല. പക്ഷെ എല്ലാ ഭക്ഷണം നമ്മൾ വൃത്തിയായി കഴിക്കും. അല്ലെ? അങ്ങനെയല്ലേ? ആവശ്യമില്ലാത്ത പൈസയില്ല, ഒന്നുമില്ല, വളരെ റാഹത്തുള്ളൊരു കാലം. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. ഇതില്ലാതെ ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ആർക്ക് കഴിയും? റബ്ബിന് കഴിയില്ലേ? അപ്പോൾ ഏതൊരു നെഗറ്റീവിലും പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കാം. ആ ഹോസ്പിറ്റൽ കുറവ്, രോഗം കുറവ്, എല്ലാം. ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? മനസ്സ്. അന്ന് കുടുങ്ങിയാൽ മാത്രമേ ഒരാളെ ആശുപത്രി കൊണ്ടുപോകുള്ളൂ. ഇന്ന് പനി വരുമ്പോഴത്തേനും പോവും. അത് മനുഷ്യന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും, നഷ്ടം, എന്തൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എൻ്റെ ബോഡിയിലുണ്ടാക്കും. അപ്പോൾ കൊറോണയാണ്. ആ കൊറോണക്കാരെ ആണ് അവിടെ കൂടുതലുണ്ടാകുക. നമുക്ക് കൊറോണ പകരും, എന്നാൽ പോകണ്ട. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ദീനം തന്നെ പോയി. അപ്പോൾ ഏത് ദീനം വെള്ളം കുടിച്ച് മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടെത്തി. പക്ഷെ നമ്മൾ പിന്നെയും പഠിച്ചത് പാടി കെൽബീരി, ഒട്ടകത്തെ പോലെ. ഒട്ടകം വിള കടിച്ചപ്പോൾ അക്കലഹു അഹ്ലുഹു, ഒട്ടകത്തിൻ്റെ കുടുംബക്കാർ ഒട്ടകത്തെ പിടിച്ച് കെട്ടിട്ടു. സുമ്മ അർസലഹു, കുറച്ച് കഴിഞ്ഞപ്പോൾ വിട്ടു. ഫലായതിരില്ല അക്കലഹു ഒലിമ അർസലഹു. അത് കഴിഞ്ഞാൽ ഒട്ടകം പിന്നെയും വളയിക്കന്നെ പോവും. അതിന് ഞാൻ എന്തിനാ കെട്ടിയെന്ന് അറിയില്ല, ഇനി എന്തിനാണ് വിട്ടതെന്ന് അറിയില്ല. ഇതാണ് മുനാഫിഖീങ്ങളുടെ സ്വഭാവം. അത് ആ മുനാഫിക്കല്ലേ നമ്മളൊക്കെ. അള്ളാഹ് ഈ കൊറോണ എന്തിനാ നമുക്ക് തന്നെ നമ്മൾ പിടിച്ചോ? മനസ്സിലായില്ല? മുതലാളിമാർക്കും കമ്മിറ്റിക്കാർക്കും ഒപ്പിച്ച് മൂല്യന്മാരും ബയറിൽ പറയേണ്ടതില്ല എന്ന് കൊറോണ പഠിപ്പിച്ചു, എന്നിട്ടും പഠിച്ചില്ല. ഏറി വന്നാൽ എന്താ കമ്മിറ്റിക്കാർ നിങ്ങൾ പോയിക്കൊള്ളുന്നാലും നമ്മളെ പേരിൽ കഞ്ഞി കൂടി മുട്ടൂല എന്ന് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട് കൊറോണ? ഒരു കാര്യം അള്ള പറയണത് ചെയ്യണത് എന്തിനെന്നറിയോ? ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു പാഠം കൊടുത്താൽ ഇവൻ പഠിക്കും. ഒരു മുനാഫിഖു കൽബഈരി, മുനാഫിഖ് ഒട്ടകത്തെ പോലെയാണ്. വിളകടിച്ചപ്പോൾ അഖലഹു അഹ്ലുഹു, എൻ്റെ കുടുംബക്കാരെ എന്നെ പിടിച്ച് കെട്ടി കുറച്ചു നേരം. സുമ്മ അർസലഹു, പിന്നെ ഒട്ടകത്തെ കഴിച്ചിട്ടു. പിന്നെ വിളിക്കൂ. വലമെതിരി ലിമാ അഖലഹു വലമെതിരി ലിമാ അർസലഹു. കെട്ടിയപ്പോൾ എന്തിനാ അതിനെ കെട്ടിയെന്ന് അതിനറിയില്ല, വിട്ടപ്പോൾ എന്തിനാണ് അതിനെ വിട്ട്. ഇതന്നെ മുനാഫിക്കിൻ്റെ സ്വഭാവം. എന്തിനാ നമുക്ക് കൊറോണ അള്ളാഹ് നമുക്കറിയില്ല. നമ്മളെ ഈ ദുഷ്ടഭാവമൊക്കെ ഒന്ന് മാറണം, ഈ കടിപിടികൾ മാറണം, ഈ നേരല്ലാത്ത നേരത്തെ ആശുപത്രിക്ക് പായണ് മാറണം. ഇതൊക്കെ അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചു, പക്ഷെ പഠിച്ചില്ല. ഞാൻ പറഞ്ഞ സത്യല്ലേ? കൊറോണ കാരണം നമ്മൾ ആശുപത്രി കൊറോണക്കാരാ പകരും പോണ്ട. എന്നിട്ട് എന്തെങ്കിലും വല്ല കഞ്ഞിക്കുറുക്കലിൻ്റെ ഇലയും മറ്റെടുത്ത് അങ്ങനെയും എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, തുളസിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ച് പനിയും ഒക്കെ മാറി. എന്തേ ഇല്ലേ? എല്ലാം മാറി. നല്ല ആരോഗ്യത്തിലും സന്തോഷത്തിലും ജീവിച്ചു. ഒരു വർഷം നോക്കി എന്താ സുബ്ഹാനല്ലാഹ്. ഹാൻഡ് വാഷും സാനിറ്റൈസറും മാത്രമാണ് മെഡിക്കൽ ഷോപ്പിൽ അക്കാലത്ത് കച്ചവടം നടന്നത്. ഗുളിക അവിടെ കടന്നു, കാരണം മനുഷ്യന്മാർക്ക് വേണ്ട. ഇപ്പം നമുക്ക് തിരക്കണം. എന്തുകൊണ്ട്? മനുഷ്യന്, ഞങ്ങൾക്ക് സത്യം പറഞ്ഞുതരാം, മനുഷ്യൻ്റെ രോഗം മനസ്സിന് മാത്രമാണ്, ബോഡിക്കല്ല. ബോഡിക്കല്ല പ്രശ്നം, ബോഡിക്കല്ല പ്രശ്നം, ശരീരത്തിന് മാത്രം. മനസ്സ്. ഞാനീ നോമ്പ് പറഞ്ഞാൽ ചായ കുടിക്കില്ല, ചായയുടെ കുടിക്കില്ല. അപ്പോൾ വേറെ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ചായ കുടിക്കരുത് എന്നൊരു പ്രമാണമുണ്ട്. ഞാൻ പാലിക്കുന്ന ആളാണ്. ഇറച്ചി തിന്നുമ്പോൾ ചായ കുടിക്കില്ല, മീൻ കഴിക്കുമ്പോൾ ചായ കുടിക്കില്ല, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ചായ കുടിക്കില്ല. എന്തുകൊണ്ട്? ചായയിൽ ഒരു പ്രത്യേകമായ ഒരു കെമിക്കലുണ്ട്. ആ കെമിക്കൽ ബോഡിയിലേക്ക് മനസ്സിലാണ്ട് പറഞ്ഞു. വൈറ്റമിൻസിനെ, നല്ല വൈറ്റമിൻസും നല്ല മിനറൽസ് എല്ലാം രക്തത്തിൽ കയറുന്നതിന് തടയുന്ന സാധനമാണ് എന്ത്? ചായ. ചൈൽട്ടിൻ എന്നൊരു പദാർത്ഥമുണ്ട്. ആ പദാർത്ഥം നല്ല വൈറ്റമിൻസും മിനറൽസും എല്ലാം ബോഡിയിലെ രക്തത്തിലേക്ക് മറ്റും കയറുന്നത് തടയുന്ന സാധനം. അതുകൊണ്ട് എനിക്ക് കുറച്ച് കാലം മുമ്പേ അറിയും. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും ചായ കുടിക്കില്ല. അപ്പോൾ ചായ കുടിക്കൂല. ചായ കുടിക്കാനുള്ള എനിക്ക് തലവേദനയില്ല, ഒന്നുമില്ല, ചായ കുടിക്കൂല, ഒന്നുമില്ല. ചില സന്ദർഭത്തിൽ രാത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാനും മൂസക്കുട്ടിയോ അങ്ങനെ ആരെങ്കിലും, ഞാനും സൈനോ ഒക്കെയാണ് ഇപ്പോൾ ഈ നോമ്പെന്നുള്ള സംഭവമാണ്. അപ്പോൾ ആളുകൾ കൂടി ചായ കുടിക്കണം കാണും, അപ്പോൾ നമുക്ക് പൂട്ടിയാവും. അപ്പോൾ സത്യത്തിൽ പ്രശ്നം എവിടെ? അപ്പോൾ ഞാൻ മൂസക്കുട്ടി ഒന്ന് നിർത്തി, നമുക്ക് ചായ കുടിച്ച് പോകാം, ആകെപ്പോൾ കിട്ടണ ഈ ചായയാണ്. അപ്പോൾ ആയിക്കോട്ടെ, അപ്പോൾ ചായ കുടിക്കും.
സത്യത്തിൽ എന്തില്ല, ഇതാവശ്യമല്ല, പൂതിയാണ്. എല്ലാവരും ചായ കുടിച്ച് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഇന്നത്തെ നമുക്ക് കമ്മിന്ന് തോന്നിച്ച് നമ്മളവിടെ ചായ കുടിക്കുകയാണ്. അപ്പോൾ പ്രശ്നം എന്തിന് മാത്രമാണ്? മനസ്സിന്. ഞാൻ ഇന്നലെ ചവിടിച്ചിട്ടില്ല, മിഞ്ഞാന്ന് ചവിടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ആ അരീക്കോട് കഴിഞ്ഞാൽ മൂത്തേരത്തേക്ക് വന്ന വഴിയിൽ അരീക്കോട് കഴിഞ്ഞാലൊരു ആളുണ്ട്. അയാൾ ഞാൻ ചെന്നാൽ ശർക്കര കൊണ്ട് നോക്കും, ശർക്കര ചായ ഉണ്ടാക്കി തരും. അപ്പോൾ ഞാനും വേണ്ടി ആ പീടിയാണ് നിർത്തി ശർക്കര ചായ കുടിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പം അതൊന്നുമില്ല. അതുകൊണ്ട് ഇനി വല്ല വിഷമമുണ്ടോ? അതുമില്ല. ഇത് പ്രശ്നം മനസ്സിന്. ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കാൻ കഴിയും. അസൂയ നിയന്ത്രിക്കാൻ കഴിയും. അതിപ്പോൾ ഓനെ അള്ളാഹു കൊടുത്ത നിയമത്തല്ലേ. ഞാനിപ്പോൾ നിന്നെ വിചാറാണ്. അൽഹംദുലില്ലാഹ് അവന് കൂടുതൽ കൊടുക്കട്ടെ. അങ്ങനെ വിചാരിച്ചാൽ എന്താ? നിൻ്റെ മകൾക്ക് അള്ളാഹുത്തിൽ വിചാരിച്ചെന്നൊരു കല്യാണം വരും, അത് അള്ളാഹു തന്നോളൂ. അല്ലെങ്കിൽ ഓക്കെ അങ്ങ് അതായിരിക്കും അവസ്ഥ. ഞാൻ എന്തിനു വിചാറാണ്? കെട്ടിക്കാൻ പുതിയാപ്പള വന്നാൽ തരൂല എന്ന് അറിയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. എന്തേ അങ്ങനെ തന്നെയല്ലേ പ്രശ്നം? അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിനാ? ഞാൻ കച്ചവടം പൊളിഞ്ഞോ? ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഇതിൻ്റെ വിചാരം എന്തിനാ? വേറൊന്നും നോക്കിയോ? എന്ന പ്രശ്നമില്ല, ഒന്നുമില്ല. അള്ളാഹുവിനെ തഖ്ദീറിൽ വിശ്വസിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഉണ്ട്. അയാൾ എന്ത് ചെയ്തു, ഒരു ആശുപത്രി പഠിക്കാൻ ഒരു കച്ചവടം ചെയ്തിരുന്നു. അപ്പോൾ കച്ചവടം നല്ല പൊടിക്കും. വൈകുന്നേരം അങ്ങനെ 2000-3000 രൂപയ്ക്ക് ലാഭം കിട്ടും. അത്യാവശ്യം നല്ല റായത്തായ കച്ചവടം. അതിനിടയ്ക്ക് കച്ചവടക്കാരൻ അതിൻ്റെ പീടിയൻ്റെ ഓണർ വന്നിട്ട് അയിമ വലിയ വാടക പറഞ്ഞു. ഇനി എനിക്കല്ല, വേറെ വലിയ വാടകക്കാരുണ്ട്, എനിക്ക് വേണമെങ്കിൽ അയിമ ചെയ്യാൻ, അല്ലെങ്കിൽ പറ്റൂല. അപ്പം ഇയാൾ പറഞ്ഞു, അതാവില്ല, വാടക കൊടുന്നൊക്കെ മര്യാദയുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് തരില്ല. എന്നാൽ നാളെ ഒഴിയണമെന്നാണ്. ആയിക്കോട്ടെ, ഒഴിഞ്ഞ് ഇയാൾ യക്കീനാണ്. ആരിൽ? അള്ളാഹ്. ഇയാൾ ഭയങ്കര അത്ഭുതം എന്നോട് പറഞ്ഞേ. ഇയാൾ പറഞ്ഞു, ഞാനാണ് പരികുത്തുന്നു, ഞാൻ സിസർ വിൽക്കും. അപ്പോൾ അവസാനം പോരുമ്പോൾ കുറച്ച് ചില്ലറ പൈസ ഉണ്ട്, അപ്പോൾ അതിനൊന്ന് സിസർ വാങ്ങിപ്പോന്നു. അങ്ങനെ സിസർ വിളിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ ഞാൻ പീടിയിൽ പോയി പറഞ്ഞു, ഒരു പാക്കറ്റ് സിസർ എടുക്ക്. ഞാൻ അവിടെ എഴുതികളുടെ ഞാൻ വരാറുണ്ട്. പിന്നെ കൂടുതൽ പറയാൻ നിന്നില്ല, കാരണം എന്തുകൊണ്ട് അങ്ങനെ ആ കടം വാങ്ങിയ സിസറിൻ്റെ പാക്കും കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ കാട്ട് ഞാനവിടെ കുത്തന്നെ പെണ്ണുകളെന്നാണ് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ മേപ്പിട്ട് നോക്കി ഇരിക്കണം, കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നു പറഞ്ഞു. തിന്നാൻ കൊടുത്ത ഏറ്റവും ഞാനല്ലല്ലോ, പഠിച്ചോനെ. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് മഗ്‌രിബ് ആകുന്ന നേരത്ത് ഒരാൾ പെരേക്കേറി വന്നു. ഞാൻ ഒരു പൈസ കയ്യിൽ തന്നു. എന്നിട്ട് അയാൾ പോയി. ഞാൻ എണ്ണി നോക്കുമ്പോൾ 5000 രൂപ ഉണ്ട്. ഞാൻ ഇറങ്ങി ചെന്ന് നോക്കുന്നു, അയാളെ കണ്ടില്ല. പിന്നെ ഞാൻ ബാനിയനിട്ടിട്ട് പാഞ്ഞു റോട്ട് നോക്കി, അയാളെ കാണാനേ ഇല്ല. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളിനോട് പറഞ്ഞു. ഞാൻ എൻ്റെ റബ്ബിനോട് പറയും, റബ്ബേ എൻ്റെ കുട്ടികളെ പോറ്റാൻ വഴി ഉണ്ടാക്കുക. ഈ 5000 രൂപ തന്നെ കഴിഞ്ഞപ്പോഴത്തേന് വേറെ വഴി തുറന്നു. ഇപ്പോൾ വമ്പൻ വഴിയാണ്. ഇപ്പം ഞാമത്തിന് കൈ കണക്കില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇത് അള്ളാഹു മഷ്ഹദ്, അള്ളാഹു സാക്ഷിയാണ്. ഞാൻ എള്ളോളം പുള്ളുകളോട് പറഞ്ഞിട്ടില്ല. അള്ളാഹു മഷ്ഹദ്, അള്ളാഹു സാക്ഷിയാണ്. ഇങ്ങനത്തെ ഒരാൾ കേരളത്തിലുണ്ട്, മലപ്പുറം ജില്ലക്കാരൻ. അതൊക്കെ ഒരു വിവരവും ഇല്ല, വലിയ മോലാളിയും വിവരം പുസ്തകമൊന്നുമല്ല. വല്ല ഞാമത്തിൽ ജീവിക്കുന്നുണ്ട്. നാട്ടിലെ കച്ചവടം പൊളിഞ്ഞു, പിന്നെ പെരി കുത്തുന്നു. പിന്നെ അള്ളാഹിനോട് ചേർക്കും, റബ്ബേൻ്റെ കുട്ടികളെ പോറ്റണം. ഒരു ദിവസം വൈകുന്നേരം 5000 രൂപ കൊണ്ടുവന്നതിന് ആ ആള് വന്ന്, ഒരാൾ വീട്ടിൽ, ഞാൻ അകത്തെ മുറിയിലിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ സമ്മതം വരെ ചോദിക്കാതെ ഇങ്ങോട്ട് കയറി വന്നു. ഇങ്ങോട്ട് ഇത് വരെ വെച്ചോളിട്ട് പറഞ്ഞു. അപ്പം ഞാനൊരു പ്രത്യേക അവസ്ഥയിലായി. അങ്ങനെ ആവുമല്ലോ, നമ്മളകത്തേക്ക് റൂമിക്ക് സമ്മതം വരെ ഒരാൾ ചോദിക്കാതെ കയറി എന്നാണ്. ഭാര്യയൊക്കെ അടുക്കളയിലാണ്, ഞാൻ അകത്തെ മുറിയിലാണ്. ഒരാൾ കയറി എന്നാണ്, ഇത് എവിടെ വെച്ചോളി എന്നാണ്. അയാളോട് ഇറങ്ങി. ഞാൻ പോലിന്നൊന്നും പറയാനുള്ളൊരു മനസ്സ് എനിക്കപ്പോൾ ഞാനെന്ത് അങ്ങനെ ഉണ്ടല്ലേ, നമ്മൾ അന്തം വിടല്ലേ. ഞാൻ അവിടെ ഇരുന്നാണ് ഈ 5000 രൂപ എണ്ണി നോക്കുമ്പോൾ 5000 രൂപ. അപ്പോൾ ഞാൻ എന്താ പ്രവർത്തനം, ആരത് ഇറങ്ങി നോക്കുമ്പോൾ അയാളെ കണ്ടില്ല. പിന്നെ ഞാൻ ബനിയായിട്ടിരിക്കുകയാണ്. ആ ബനിയനുമ്പോൾ ഞാൻ റൂട്ടുമൊക്കെ വാങ്ങി, അയാളെ കാണാനില്ല. ഇന്ന് വരെ കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ മലക്കാവും, ചിലപ്പോൾ ആരോ ആവും. 5000 രൂപ കിട്ടുന്ന സത്യമാണ്. ആണുങ്ങളുണ്ടെങ്കിൽ വരി, ഈ വ്യക്തി ഇന്ന് മലപ്പുറം ജീവിച്ചിട്ടുണ്ട്. ചെവിയിൽ അയാൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇങ്ങനെ സമ്മേളനത്തിൽ പറയില്ല, വരി നിങ്ങൾക്ക് അയാളെ വായുകൊണ്ട് അയാൾ പറയും ഈ സംഭവം. നിങ്ങളെവിടെ നിന്ന് കണ്ടിരുന്നു? ഞാൻ പിന്നെ ഇന്ന് വരെ അയാൾ കണ്ടിട്ടില്ല. ഒരാൾ എന്നോട് സംഭവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏർവാടി പോയി ദ്വാർന്ന് വന്ന് പഠിച്ച ഒരു പെരപ്പണി നടക്കാം, 10 പൈസ കയ്യിലില്ല. എന്താ ചെയ്യുക, അങ്ങനെ മടങ്ങിപ്പോരാണ്.
അങ്ങനെ ഞാൻ ഏർവാടിയിൽ നിന്ന് തിരിച്ചു വരിക. അങ്ങനെ ഞാൻ മധുരയിലെത്തിയപ്പോൾ ബസ് മാറി വേറെ ബസ് കയറി ഇരിക്കുക. ബസ് പുറപ്പെടാനായിട്ടില്ല. അപ്പോൾ ഒരാൾ വെള്ളയും ഇട്ട് തോളിലൊരു മുണ്ടുമുള്ള ഒരു കുറി തൊട്ട ഒരാൾ ബസ്സിൽ കയറി വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ താൻ എന്ന് പറഞ്ഞ് പൈസ നിന്ന് പോയി. അയാൾ പോയി. അങ്ങനെ തന്നില്ല. ഈ ആൾ നാൽപ്പഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, ഇയാൾ ചോദിച്ചിട്ടുണ്ട്. അയാൾ എന്നെ പറയാ സംഭവം. എണ്ണി നോക്കുമ്പോൾ 5000 രൂപ ഉണ്ട്. ഇത് 10-25 കൊല്ലം മുമ്പ് സംഭവം, 25 കൊല്ലം മുമ്പുള്ള സംഭവം അത്. അയാൾ ആ ബസ് കയറി വന്നിട്ട് ഇങ്ങനെ നോക്കി എന്നെ കണ്ടു. നിങ്ങൾ താൻ എൻ്റെ പൈസ തന്ന് അയാൾ പോയി. അപ്പം ഞാൻ ഇന്നലെ അവിടുന്ന് ദ്വാർന്നിട്ടുണ്ട്. എന്ത് റബ്ബേ, 10 പൈസൻ്റെ കയ്യിൽ എന്നെ സഹായിക്കണേ. അയാൾക്ക് അള്ളാഹു തആല പിന്നെ അയാളെ വ്യാഖ്യാനം ഒരു പക്ഷേ ഞാൻ അയാളെ അതിൻ്റെ മുമ്പ് കണ്ടിട്ടില്ല, പിമ്പും കണ്ടിട്ടില്ല, മുസ്ലിമും അല്ല. അയാൾ തലേന്ന് രാത്രി അയാൾ വലിയ കച്ചവടക്കാരനായിരിക്കും. അയാൾ തലേന്നത്തെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ബസ്സിൽ ഒരാളുണ്ടാവും, നേരെ പോയി വെളുക്കുമ്പോൾ പോയിക്കോ. അയാളെയും കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അയാൾക്ക് പൈസ. അപ്പോൾ അതാണ് പറഞ്ഞത്, നിങ്ങൾ താൻ പൈസ. നിങ്ങൾക്ക് താല്പര്യമായി തോന്നുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കണ്ട. എനിക്കൊരു ഈ മങ്കാരി ഇസ്ലാംകാരിയാണ്. കാരണം ഈ മനുഷ്യൻ എന്നോട് കളവ് പറയില്ല, ഒരിക്കലും കളവ് പറയില്ല. ഈ പറഞ്ഞ ആൾ കളവേ പറയില്ല. അപ്പം നമ്മളെ കാര്യം ആരെ ഏൽപ്പിച്ചാൽ മതി, കിട്ടുന്നതിൽ പൊരുത്തപ്പെട്ടാൽ മതി. ഇവർക്കൊക്കെ ഇപ്പം പരിയായി, ഇവർക്കൊക്കെ റാഹത്വമായി, നല്ല ജീവിതമായി, ടെൻഷനും ഇല്ല. അപ്പോൾ അസൂയ ഈ വിഷയത്തിൽ അനവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നേരത്തെ അവർ മരിക്കുമെന്ന് പഠനമുണ്ട്. അവർക്ക് അൾസർ വരും. അസൂയ ഉത്കണ്ഠയും അൾസർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തുടങ്ങിയ ദഹന പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. വയറുവേദനയും ദഹനക്കേടും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. എന്തുണ്ടായാൽ? അസൂയ ഉണ്ടായാൽ. അങ്ങനെ ഹൃദയാഘാത സാധ്യത കൂടും. ഇത്തരം അസൂയുള്ള ആളുകൾ രക്തധമനികളിൽ വീക്കം ഉണ്ടാവുകയും ഹൃദയാഘാതം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് വരാൻ കൂടുതലാണ് ആർക്ക്? അസൂയുള്ളവർക്ക്. അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും. ആർക്ക്? പ്രതിരോധ ശക്തി കുറയും. ആർക്ക്? അസൂയുള്ളവർക്ക് എന്ന് പഠനമുണ്ട്. മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഇയാൾക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഇൻഫെക്ഷനുകൾ എളുപ്പത്തിൽ വരാനും അസുഖങ്ങൾ ഭേദമാക്കാൻ കൂടുതൽ സമയമെടുക്കാനും അസൂയ കാരണമാവും. ഇൻഫെക്ഷൻസ് വരും. അതായത് പ്രതിരോധ ശക്തി കുറഞ്ഞാൽ സ്വാഭാവികമായി വരുന്നതാണിത്. ഇൻഫെക്ഷൻ പെട്ടെന്ന് കയറും, പിന്നെ അത് പിന്നെ മാറൂല. കാരണം ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടുണ്ട്. ഈ ഇമ്മ്യൂണിറ്റി പവർ ഏറ്റവും കൂടുതൽ കുറക്കുന്ന സാധനമാണ് എന്ത്? അസൂയ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പുതിയ പഠനങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തി. സിഹത്തുൽ ജസദി മിൻ ഖില്ലത്തിൽ ഹസദ്. അസൂയ എത്ര കുറക്കാനായോ അത്രയും നിനക്ക് എങ്ങനെ ജീവിക്കാം? ആരോഗ്യത്തിൽ ജീവിക്കാം. ആരോഗ്യത്തിൽ എന്ത് വന്നാലും എന്താ, അതൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. എൻ്റെ വാപ്പ പറഞ്ഞു തന്നിരുന്ന കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ വാപ്പ പറഞ്ഞൊരു കഥ. ഒരാൾ വൈകുന്നേരം വരെ ചൂണ്ടലിട്ടു. മീൻ പിടിക്കാൻ ചൂണ്ടലിട്ടപ്പോൾ അയാൾക്ക് ഒരു മത്സ്യം കിട്ടി. വാപ്പ പറഞ്ഞ കഥയാണ്. അങ്ങനെ ആ മത്സ്യത്തിനെ അയാൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പാതിരാത്രി വരെ വെച്ചിട്ടോ ആരും വാങ്ങിയില്ല. അങ്ങനെ ഒരു പീടിയക്കാരൻ പീടി അടിച്ചു പോയപ്പോൾ എന്തു പറഞ്ഞു? വില എത്ര വെച്ചു? ഇത്രയാണ്. എനിക്ക് വേണ്ട. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്ത്? എന്നുവെച്ചെൻ്റെ പകുതി എന്നാണ്. അതിന് പകുതിയെങ്കിലും കൊണ്ട് ചങ്ങായി, എനിക്ക് 10 രൂപ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അയാളെ വെച്ചിട്ട് അത്തരം ഒരു മത്സ്യത്തിൻ്റെ വിലയുടെ പകുതി തന്നാലും വേണ്ട, എനിക്കിതൊന്ന് വിറ്റ് പോകണം, കണ്ടത് തന്നാൽ അറിക്ക് ചില്ലറ പൈസക്ക് അത് അയാൾക്ക് കൊടുത്തു പോയി. അങ്ങനെ ഇയാളെന്താ ചില്ലറ പൈസ കൊണ്ട് ആരും സാമാനം വാങ്ങി അയാൾ പോയി. മറ്റേ ആളിത് വീട്ടിൽ ചെന്ന് മീൻ മുറിക്കാൻ വേണ്ടി ഇരുന്ന് നോക്കുമ്പോൾ മീനിൻ്റെ ഉള്ളിൽ നിന്ന് രത്നം പുറത്തിയാടി. മാണിക്കക്കല്ല്. എന്തിൻ്റെ ഉള്ളിൽ? ഇത് പിറ്റേന്ന് നാട്ടിലറിഞ്ഞ് രത്നക്കല്ല് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ തലമുറകൾ ജീവിക്കാനുള്ള സമ്പത്ത് കിട്ടും. രത്നക്കല്ല് വിഴുങ്ങിയ മീനാ. ഈ മീൻ വിറ്റതോടുകൂടി പിറ്റേന്ന് അയാൾ നാട്ടിലുള്ള മുതലൊക്കെ വാങ്ങി വലിയ മുതലാളിയായി. അപ്പം മറ്റേ ആൾക്ക് പിരാന്തായി. ആർക്ക്? മീൻ കച്ചവടക്കാരന്. ഓന് പിരാന്തായി. ഓന് പിന്നെ പിരാന്തായി നടക്കണം. അങ്ങോട്ടും സുഖമല്ല, പിരാന്ത് തന്നെ. മനസ്സിലായ പ്രവൃത്തി സുഖം ഇവനില്ല. ഇറിറ്റേഷൻ ഞാൻ പറഞ്ഞില്ല. ഈ എല്ലാം പിന്നെ കഴിഞ്ഞ് ഭയങ്കര എല്ലാം മെറ്റബോളിസം ശരീരത്തിൽ എല്ലാം താറുമാറായി, എല്ലാം ബെജാറായി. പിന്നെ എന്തായി പറഞ്ഞു, എന്താ പറയുക, പിന്നെ ഡിപ്രഷൻ വന്നു, പിരാന്തായി നടന്നു. അങ്ങനെ പിരാന്തായി പല മരുന്നും കുടിച്ചു, ഇതും മാറിയില്ല. അപ്പോൾ
ബളവനായ ഒരു മനുഷ്യൻ്റെ അടുത്ത് എത്തിപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, ദീനം മാറാനൊരു പയ്യുണ്ട്. എന്താ ചോദിച്ചു? രണ്ടാൾ രാവിലെയും വൈകുന്നേരം ഓൻ്റെ ഇടത്തും വലത്തും ഇരിക്കുക, ഓനെ പിടിച്ചിരുത്തുക. എന്നിട്ട് ഇടവും വലവും രണ്ടാൾ ഇരിക്കുക. ഒരാൾ പറയാ ഒന്നും വന്നിട്ടില്ലാറ്, അപ്പം മറ്റും പറയാ ഒന്നും പോയിട്ടില്ല. അപ്പം ഒന്നും വന്നിട്ടില്ല, ഒന്നും പോയിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, ഒന്നും പോയിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, ഒന്നും പോയിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, ഒന്നും പോയിട്ടില്ല. കുറേ വട്ടം പറഞ്ഞു. അതിലാണ് തെളിഞ്ഞു. അല്ല, ഒന്നും വന്നിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമല്ല, വന്നത് പോയാലേ പ്രശ്നമുള്ളൂ. നിന്റെ വാപ്പ എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാ. ഒന്നും വന്നിട്ടില്ല, ഒന്നും പോയിട്ടില്ല, അതാ ചികിത്സ. നീ ഇടത്തും വലത്തും ആളുകൾ വന്നിരുന്നു ഇങ്ങനെ പറഞ്ഞു. മറ്റൊന്ന് അസൂയ എന്നതാണ്. എന്ത് ഇവനോട് എന്ത്? ആ മാണിക്കക്കല്ലിന്റെ മീന് ഞെന്റെ മീനാണ്, ഞാൻ അവനെ വെട്ടി ഏൽപ്പിച്ചതാണ്. എന്ത് കൊണ്ടേക്ക് എങ്ങായിട്ട് മര്യാദ പൈസയും കിട്ടിയിട്ടില്ല, ചില്ലറ പൈസ ഇട്ട് അവരാണ്ടായി. അപ്പൊ എന്റെ തക്തീറിൽപ്പെട്ട അല്ല എന്നുകൊണ്ട് ഉറപ്പിച്ചാൽ മതി. അതാണ് ഒന്നും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഞാൻ വന്നിട്ടും പോയിട്ട് ഇത് കുറേ നേരം പറഞ്ഞപ്പോ അപ്പൊ ലെവലായി. എന്ത്? ഒന്നും വന്നിട്ടില്ല, വന്നിട്ട് പോയാലേ പ്രശ്നമുള്ളൂ, വന്നിട്ടില്ല പോയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ചിന്തിക്കണം തന്നെ. അപ്പൊ എന്റെ തക്തീർ, നിന്റെ തക്തീർ നീ തൃപ്തിപ്പെടുക, എന്റെ തക്തീർ ഞാൻ തൃപ്തിപ്പെടുക. ഓരോരുത്തരും എന്ത് വേണം? അവരവരുടെ തക്തീർ തത്വം. അപ്പൊ പിന്നെ അസൂയ ഉണ്ടാവില്ല. ഓൻ അതിൻ്റെ ആളാണ്. ഞാൻ ഒരൊറ്റ പറയാം. ബഹുമാനപ്പെട്ട നമ്മളെ പിന്നെ എന്താ പറയുക, നിങ്ങൾ ഈ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ പിണറായി വിജയൻ സാർ. നിങ്ങളെ കേരള മുഖ്യമന്ത്രിയാക്കിയാൽ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? ഒരു സുഖം ഉണ്ടാവും. ആ മനുഷ്യന് അതിന് യോജിച്ച ആളാണ് അയാൾ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താ രമേശ് ചെന്നിത്തലയെ അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ സതീശോ അവരൊക്കെ മുഖ്യമന്ത്രി, അയാൾക്കത് ഫിറ്റാണ്. നിങ്ങൾക്കതുകൊണ്ട് നിങ്ങൾ കുടുങ്ങയ്യ. അപ്പം അയ്യമ്മങ്ങൾ എന്തിനാ അസൂയക്കണം? ഞങ്ങൾക്കത് പറ്റൂല. നിങ്ങളെ മുഖ്യമന്ത്രി ആക്കിയാൽ അതോടുകൂടി നിങ്ങൾ യോഗ്യവും. ഒരു സുഖം ഉണ്ടായി ഇല്ലാത്ത കാര്യവും. ഒരു ദേശത്തിൻ്റെ കഥയിൽ പിന്നെ എസ് കെ പൊറ്റക്കാട് അവസാനം പറയുന്നൊരു ഭാഗമുണ്ട്. അയാൾ രാജ്യസഭ MP ആയിരുന്നു. ആര്? എസ് കെ. പിന്നെ എസ് കെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം എസ് കെനെ പിന്നെ രാജ്യസഭ MP സ്ഥാനമൊക്കെ പോയി എല്ലാം കഴിഞ്ഞു നാട്ടിലെത്തി. അങ്ങനെ നാട്ടിലെത്തി പിന്നെ വിശ്രമ ജീവിതം നയിക്കുക. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം തൊട്ടടുത്ത വീട്ടുകാരൻ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു എസ് കെ. അപ്പോൾ ഇത് ഒരു ദേശത്തിൻ്റെ കഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എസ് കെ ആ വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോയപ്പോൾ എസ് കെ പറയാണ്, എനിക്ക് സ്വർഗം ദൈവം തിരിച്ചു തന്നു. എന്തുകൊണ്ട്? ഞാൻ നല്ല പിന്നെ ചേമ്പ് അതും ഇതൊക്കെ വെച്ചതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഭക്ഷണം ഒരിക്കലും എനിക്ക് ഞാൻ രാജ്യസഭ MP ആയ കാലത്ത് ഡൽഹിയിൽ നിന്ന് കിട്ടില്ല. ഇത് കേടില്ലാത്ത ഭക്ഷണം, ശരീരത്തിന് നല്ല ഭക്ഷണം ഒന്ന്. പിന്നെ ഇത് എങ്ങനെ കഴിക്കാം? ഞാനിങ്ങനെ ചവച്ച് ഒച്ച ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു. അയാളും അങ്ങനെ കഴിക്കണം. രാജ്യസഭ MP ആകുമ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അവർക്ക് ശബ്ദം ഉണ്ടാകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത 5 വർഷം കഴിഞ്ഞു. ഇത് തിന്നാൻ വരെ എന്തില്ല. അപ്പോൾ തിന്നാൻ രസം. എസ് കെ പറയാണ്, എനിക്ക് തിന്നാൻ കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിച്ച ഇത്തരം ചേമ്പൊക്കെ കിട്ടുമ്പോൾ അത് പാൽ ചേമ്പാകുമ്പോൾ വായണെന്ന് അറിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ക്ലീം എന്നുള്ളൊക്കെ ഒച്ച ഉണ്ടാവും വായിന്ന്. അത് കഴിക്കണമെന്ന് ഒരു സുഖമാണ്, വലിയ റായത്ത. മറ്റേളും അങ്ങനെ തന്നെ കഴിക്കണത്. ഞങ്ങൾ രണ്ടാളും ക്ലീം എന്നുള്ള ഒച്ച ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ആ ജയിലിൽ നിന്ന് പുറത്ത് ചാടി നന്നായി. കാരണം ഇതിൻ്റെ സ്വർഗരാജ്യം എനിക്ക് തിരിച്ചു കിട്ടി. കാരണം രാജ്യസഭ MP ആകുമ്പോൾ എനിക്ക് മര്യാദയ്ക്ക് ഒരു വായ അറിഞ്ഞുകൊണ്ടൊരു ഭക്ഷണം കഴിക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല. അപ്പം അത് ചിന്തിക്ക്, നമ്മളെ തക്ദീറിനെ നമ്മൾ സ്വർഗാക്കുക. ഇത് പാടല്ലേ? ഞാനത് 1990 ഞാൻ ഒരു ദേശത്തിൻ്റെ കഥ വായിക്കുന്നത്. 1990. അത് ഏകദേശം ഇപ്പോൾ 36 വർഷം ആണ് ഞാൻ ഒരു ദേശത്തിൻ്റെ കഥ. അത് ഞാൻ മറക്കാത്തൊരു ഏരിയയാണ്. കാരണം അത് അവസാനമാണത്. അതിൻ്റെ ലാസ്റ്റ് പേജിൻ്റെ ആ ഭാഗത്താണ് ആ വിവരണം ഉള്ളത്. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? തക്ദീർ ഇപ്പം നേരെ മറിച്ച് ഒരാൾക്ക് എന്തു ആകാം. ഇങ്ങനെ രാജ്യസഭ MP ആക്കിയല്ലോ, ഞാൻ പരാജയപ്പെട്ടല്ലോ. അപ്പോൾ ആ മനുഷ്യൻ ആ തൻ്റെ തക്ദീർ ദൈവം തനിക്ക് നിശ്ചയിച്ച ഒരു ഖദറിൽ തൃപ്തിപ്പെടുകയാണ്. അപ്പോൾ അത് സന്തോഷമാകുകയാണ്. ലോക്സഭ MP എവിടെ ചോദിച്ചാൽ കോഴിക്കോട് തോറ്റു. ഒരു തമ്മിൽ ഫൈറ്റായി. എസ് കെ ജയിച്ചു. എസ് കെ വലിയ ജീനിയസ്, വലിയ ആളാണ്, വലിയ ജീനിയസാണ്.
SK അവരൊക്കെ ജീനിയസ്, നല്ല നല്ല മനുഷ്യന്മാരാണ്. സുകുമാർ കൈക്കൊടുക്കുക, നല്ല നല്ല മനുഷ്യന്മാരാണ്. അവരൊക്കെ സമൂഹത്തിൽ നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച മനുഷ്യന്മാരാണ്, നല്ല മനുഷ്യന്മാരാണ് അവരൊക്കെ. SKയുടെ ഒരു ദേശത്തിൻ്റെ കഥയൊക്കെ അതിമനോഹരമായ പുസ്തകമാണ്. അപ്പോൾ അതിൽ ഇത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് വേറൊരാളോട് അസൂയ വെക്കുന്നത് എന്തുകൊണ്ട്? അയാൾക്ക് കിട്ടിയത് കൂടുതലും എനിക്ക് കിട്ടിയത് കുറവുമാണെന്ന് ചിന്തയിലല്ലേ. എനിക്ക് കിട്ടിയത് എനിക്കതാണ് ഫിറ്റ്, എനിക്കിതാണ് ഫിറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കണം. നിനക്കതാണ് ഫിറ്റ്, അതാണ് മനസ്സിലാക്കണം. ഒരു സ്റ്റേജിൽ ചെന്നപ്പോൾ എന്നെ ഫ്രണ്ടിലിരുത്തിയില്ല. ഇതെന്തിനും വിഷമിക്കണം, ഫ്രണ്ടിലിരിക്കണോ അങ്ങനെ എണീച്ചോ പറ്റില്ല. ബാക്കിലൊക്കെ എപ്പോൾ പോയിക്കൂടെ? സത്യന്നെ മറ്റെങ്ങനെ ഇരിക്കണം. കാരണം പത്രക്കാർ വന്ന് ഫോട്ടോ എടുക്കാനും അതും ഇതും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പിന്നെ വേറെ ഒരാൾ എണീക്കാതെ എനിക്ക് എണീക്കാൻ പറ്റില്ല. മറ്റേ ബാക്കിലെ ബെഞ്ചിലാണെങ്കിൽ എപ്പോഴും പോയിക്കൂടെ? എന്ത് പ്രശ്നം? അത് പോസിറ്റീവ് അവസ്ഥയല്ലേ. അതിനിടക്കാണ് പെണ്ണുങ്ങൾ പറഞ്ഞ പിന്നെ എന്താണ് പിന്നെ കുട്ടിക്ക് എൻ്റെ ഒരു വയറുവേദന വിട്ട ആശയം നിങ്ങൾ വേഗം വരും. മുണ്ടല്ലേ ആരെങ്കിലും ഇവിടെ നിന്ന് എണീക്കാതെ ഞാൻ എണീക്കാൻ പറ്റൂല, എല്ലാവരും ഇവിടെ ഇരിക്കണം ഒന്നിച്ച്. മറ്റേ എണീക്കണോടത്ത് എണ്ണിപ്പോയാൽ പിറ്റേന്ന് പത്രത്തിൽ വോക്കൗട്ട് ചെയ്തു എന്ന് എഴുതി വരിക. പരിപാടി പ്രത്യേകമായി ആദ്യമായി അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പേ അദ്ദേഹം ഇറങ്ങിപ്പോയി എന്ന് പിറ്റേന്ന് പത്രത്തിൽ വരും. അപ്പോൾ ഫോണ് വന്നാൽ പോലും നമുക്ക് പോകാൻ പറ്റില്ല. ബാക്കിലിരിക്കണോനോ അവന് ഉദ്ഘാടനമില്ല, അധ്യക്ഷനുമില്ല. അതേ സമയത്ത് അണ്ടിപ്പരിപ്പ് ഫ്രണ്ടിലെ ഭാഗത്ത് തിന്നാൽ നേരെ ബാക്ക് കൊടുക്കും. ഒന്ന് രണ്ടാമത്തെ മുന്നിലിരിക്കുന്നവർക്ക് അണ്ടിപ്പരിപ്പ് തിന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം നേരെ പോലെ ആര് കാണും? സസ്യമാണ്. ഓനെന്ത് ചെയ്യും? ഇത്ര വലിയ മൂലരായിട്ട് മനുഷ്യനെ മൂത്ത് നോക്കിയിട്ട് പെരുന്നേറ്റ് നിന്നാണല്ലോ. നമുക്കൊരു ബത്തക്കൻ്റെ വെള്ളം വരെ കിട്ടായിട്ട് നമ്മളിവിടെ 4 മണിക്ക് ശാസ്ത്രീയും മൈതാനത്തിരിക്കൽ തുടങ്ങിക്കണം. അപ്പം മുന്നിൽ സ്റ്റേജിൽ ഒരു ഭാഗ്യം കിട്ടവരാണ്. അവർക്ക് അണ്ടിപ്പരിപ്പ് ഇഷ്ടം പോലെ സ്റ്റേജിൽ കൂടി കൊടുക്കും. പക്ഷെ അവർക്ക് മര്യാദക്ക് തിന്നാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്കോ എത്ര തല കുമ്പിട്ടെടുത്ത് തിന്നാം. അണ്ടിപ്പരിപ്പ് തിന്നാനായിട്ട് സ്റ്റേജിൽ ഇരിക്കണവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഭാഗ്യവാനാ ബാക്കിലായിരിക്കണത് എത്ര വിടുന്നു. അപ്പൊ ഏതൊരു നെഗറ്റീവിലും എന്ത് കണ്ടെത്തണം? പോസിറ്റീവ് കണ്ടെത്തണം. അപ്പൊ അതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഡിപ്രഷൻ വരാനില്ല. ഞാൻ അവസാനിപ്പിക്കണം. ചിന്തിക്കണം. അസൂയ എന്ന് പറയുന്ന നഷ്ടമാണ്. അത് നിന്റെ ആരോഗ്യം ക്ഷയിപ്പിക്കും. അപ്പൊ അള്ളാന്റെ തക്തി നിനക്ക് ഇത്രയേ ഉള്ളൂ, അതേ എൻ്റെ തക്തിയുള്ളൂ. എന്തും അത് മതി, എന്തും അത് മതി. അതെന്തും അങ്ങനെയാണ്, അതെന്തും അങ്ങനെയാണ്. എല്ലാ സാധനവും. ഒരിക്കൽ ഒരു പണ്ഡിതൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ആ പണ്ഡിതൻ ദുഃഖിതനായി. ഒരു സംഭവമാണ്, കിതാബിലുള്ള സംഭവം, താരീഖ. ഒരു പണ്ഡിതൻ, ആരോ ഹൊസാലി മാമ ഒറ്റയാണ് ആ സംഭവത്തിരിക്കുന്നത്. ഒരു പണ്ഡിതൻ മരിച്ചു. പണ്ഡിതൻ ഭാര്യ മരിച്ചപ്പോൾ ഇയാൾ ദുഃഖിതനായി. പിന്നെ ജനങ്ങൾക്ക് ഫത്വ പറഞ്ഞു കൊടുക്കൂല. വലിയ നാട്ടിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ സതുപദേശത്തിന് ഒരുങ്ങൂല, ഒന്നിനുമില്ല, ദുഃഖിച്ചിരിക്കുന്ന വീട്ടിൽ. അപ്പോൾ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നു ബവ്വാബ് ഗേറ്റ് കീപ്പറോട് പറഞ്ഞു എനിക്ക് പണ്ഡിതനെ കാണണം. അപ്പോൾ പണ്ഡിതൻ ഗേറ്റ് കീപ്പർ വന്നു. പിന്നെ പണ്ഡിതൻ ആരും മുഖം കാണിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടത് മുതൽ അദ്ദേഹം ദുഃഖിതനാണ്. അദ്ദേഹം ആരും മുഖം കാണിക്കുന്നില്ല. എല്ലാവരും തിരിച്ചയക്കാനാണ് എന്നോട് കൽപ്പന. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു പണ്ഡിതനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല. അപ്പോൾ വാതിൽ മുട്ടി, വാതിൽ തുറന്ന് ബവ്വാബ് വാതിൽക്കൽ നിൽക്കുന്ന ആൾ പണ്ഡിതനോട് പറഞ്ഞു ഒരു സ്ത്രീ ഉണ്ട്, അലമുറ ഇട്ടാ നിങ്ങളെ കാണാതെ പോവില്ല അത്രേ. അപ്പോൾ പണ്ഡിതൻ മടിച്ച് പറഞ്ഞു അകത്തേക്ക് വരാൻ പറയും. അകത്ത് വന്നു. അപ്പോൾ പറഞ്ഞു ഞാനൊരു ഫത്വ വെക്ക് വന്നതാണ്, അത്യാവശ്യ ഫത്വയാണ്. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അനവധി വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അയൽക്കാരി പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് അവൾ എനിക്കൊരു മാല കടം തന്നു. ഞാൻ ആ മാല ഉപയോഗിച്ചു. വർഷങ്ങൾ അനവധിയും അവൾ തിരിച്ചു വെച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവളത് ചോദിക്കൂലായിരിക്കും. അപ്പോൾ ഞാനത് എൻ്റെ സ്വന്തമായി കരുതി. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം മാലയായത് ഒരുപാട് വർഷങ്ങൾ ഉപയോഗിച്ചു. മിനിഞ്ഞാന്ന് അവൾ കയറി വരികയാണ്, എൻ്റെ മാല കാണും. എൻ്റെ കഴുത്തിൽ നിന്ന് എൻ്റെ മാലയും കൊണ്ട് ഒരൊറ്റ പോക്ക്. അവൾ അക്രമിയല്ലേ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു അവളല്ല അക്രമി, നിങ്ങളല്ലേ. അത്രയും കാലം അത് ആസ്വദിക്കാൻ അയാൾ അനുവദിച്ചില്ല. ആ സ്ത്രീ അത്രയും കാലം ചോദിക്കാതെ നിങ്ങളെ മാല നിങ്ങളെ സ്വന്തം പോലെ ഉപയോഗിച്ചിട്ട് അവളെ മാലയല്ലേ നിങ്ങളത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവളല്ലല്ലോ അക്രമി, അക്രമി നിൽക്കണല്ലേ. അവളുടേതല്ലാത്തൊരു മുതൽ നിങ്ങളുടേതാണ്, നിങ്ങൾ എന്തിനു വിചാരിച്ചു? അപ്പോൾ പെണ്ണ് ചോദിച്ചു, അപ്പോൾ ഇപ്പം നിങ്ങളെപ്പോലത്തെ അക്രമി ഈ ലോകത്ത് ആലോചിച്ചു. നിങ്ങളെ ഭാര്യ അള്ളാഹു നിങ്ങൾക്ക് കടം തന്ന മുതലല്ലേ, നിങ്ങളെ മുതലല്ലേ, റബ്ബിൻ്റെ മുതലല്ലേ. ഇത്രയും കാലങ്ങൾ ആസ്വദിച്ചില്ലേ. മിനിഞ്ഞാന്ന് വന്ന് പറിച്ചു പറഞ്ഞു എനിക്കത് തിരിച്ചുകൊണ്ട് നിങ്ങൾ വേദനിക്കണതിന് ചോദിച്ചു. നിങ്ങൾ മൂല്യരല്ലേ, നിങ്ങൾ വാടുണ്ടോ ചോദിച്ചു. അപ്പം എന്താ ലെവലായി. ഭയങ്കര പാടല്ലേ അതൊക്കെ. എന്താണ് ആ പാഠം? അപ്പോൾ ഒരു തഖ്ദീർ ഒരു സമയത്തെ നമുക്കുണ്ടു എന്ന് വിചാരിച്ചിട്ട് നാളെ ഇല്ല, അതിലെന്തൊരു ബേജാറാണ്.
ഇപ്പം ഇന്ന് ഞാൻ ഈ ക്ലാസ് ഇവിടെയാണ്, നാളെ ഇവിടെ അല്ലെങ്കിൽ ഞാൻ ദുഃഖിക്കുന്ന എന്തിനാണ്? ഇത് ദാറുൽ ഖുർആനിലെ ലാസ്റ്റ് ക്ലാസ്സാണ് സങ്കല്പിക്കുക. അതിന് ഞാനെന്തിനാ ദുഃഖിക്കണത്? ആയിക്കോട്ടെ, കുറച്ച് ആളുകൾ വന്നാൽ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് പോയി തരണം മൂല്യരെ, എന്നാലും ഞാൻ നാട് തന്നാവുള്ളൂ. ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞു മുഹമ്മദ് അലി ഷിഹാബിനെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ തങ്ങളെന്താ പറഞ്ഞു? എന്നെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കേരളത്തിലെ സാമൂഹിക സ്ഥിതി സുരക്ഷിതമാവുകയും സമാധാനപരമാവുകയും ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് വരിക്കാൻ ഞാൻ തയ്യാറാണ്, എപ്പോഴും വരും. അതല്ലേ ആൺകുട്ടികളെ വർത്താനം? അതുകൊണ്ടാണ് ഞാൻ ജീനിയസ് ആണെന്ന് പറയുന്നത്. അത് ആൺകുട്ടിയൊക്കെ പറയാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഈ അറസ്റ്റ് ചെയ്യാനുള്ളവരൊക്കെ വരി. അതാണ് ചട്ടം. ഇതാണ് ഇന്നത്തെ നേതാക്കന്മാരൊക്കെ പറയാം. ആണോ അല്ലേ? അപ്പൊ കത്തിക്കാലോ. ശാബുദങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവായിക്കെതിരുവായി ഇല്ലാത്ത ഈ ഉമ്മത്ത് കണ്ട, ഈ അടുത്ത കാലത്ത് ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ നേതാവാണ്. ഈ നേതാവിനെ അവിടെ കത്തിക്കാലോ. എന്ത് മറ്റേ പറയണില്ലേ, നിങ്ങൾ കല്ലെറിഞ്ഞോളി CPM ഓഫീസിലേക്ക്, അങ്ങനെ പറഞ്ഞോളി. ഒരു വാക്ക് പറഞ്ഞാൽ കത്തൂലേ? നാട് കത്തുവല്ലേ? കത്താതെ ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശിഹാബ് തങ്ങളെക്കാൾ ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവും കേരളത്തിലെ ഒരു പാർട്ടിയിലും എന്തേ? സത്യമല്ലേ? കത്തിക്കാലോ. പക്ഷെ എന്തേ പറഞ്ഞത്? അച്യുതാനന്ദൻ പറഞ്ഞു മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പം എന്താ പറഞ്ഞു? എന്നെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ രാജ്യത്തിലെ സാമൂഹിക സ്ഥിതി സുഖകരമായി സമാധാനം സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്, ഏത് സമയത്തും എന്നെ അറസ്റ്റ് ചെയ്യാം. അതെ, എൻ്റെ തക്ദീർ ജയിലിൻ്റെ പുറത്ത് ഇത്രയുള്ളെങ്കിൽ എങ്ങനത്തെ പ്രശ്നം? ഞാൻ അബുൽ കലാം ആസാദിൻ്റെ ചരിത്രം വായിച്ചു ഈ കഴിഞ്ഞ ദിവസം. അല്ലാ, എന്താണെന്നൊരു പറയാൻ വയ്യ. ആയുസ് മുഴുവൻ ജയിലിൽ. എന്താണ് അവരൊക്കെ? ആരാണ് ആ വ്യക്തി? അബുൽ കലാം ആസാദ് മരിച്ചപ്പോൾ നെഹ്റു പാർലമെൻറ്റിൽ പ്രസംഗിച്ച നിങ്ങൾക്ക് നെഹ്റു പാർലമെൻറ്റിൽ എണീറ്റെന്ന് പറഞ്ഞു, ഇന്ത്യയിൽ മഹാന്മാർ ഇനിയും ഉണ്ടായേക്കാം, ലോകത്തെവിടെയും ഉണ്ടായേക്കാം, എന്നാൽ ഒരു മഹാൻ്റെ നഷ്ടം കൊണ്ട്, ഒരു മഹാൻ മരിക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഒരു നഷ്ടം പോലത്തെ ഒരു നഷ്ടം ഇനി ഒരു മഹാൻ മരിച്ചാലും ഇന്ത്യക്ക് ഉണ്ടാകാനില്ല. ആര് പറഞ്ഞു? നെഹ്റു പറഞ്ഞു, ഇന്ത്യൻ പാർലമെൻറ്റ് പ്രസംഗിച്ചു. അപ്പോൾ ആൾ ആരായിരിക്കും? ആയുസ് മുഴുവൻ ചെയ്യില്ല. തഫ്സീർ ഞാൻ സൗകര്യം കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അബുൽ കലാം ചരിത്രം വീണ്ടും പഠിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പഠിച്ചതിൻ്റെ ഏരിയ പഠിച്ചു പോയി അന്തം വിട്ടു. എന്താണ് ഈ മനുഷ്യൻ? മനസ്സിലായോ? പറ, ആയുസ് മുഴുവനും ജയിലില്ല. ഇത്ര വലിയൊരാൾക്ക് തഖ്ദീർ അങ്ങനെയാണ്. ഭാര്യ മരിക്കുമ്പോൾ ജയിലില്ല. അപ്പോൾ ബ്രിട്ടീഷ് അധികാരികൾ പറഞ്ഞു, ഭാര്യ, അതും ഭാര്യയെ കണ്ടിട്ട് കൊല്ലങ്ങളായി ജയിലില്ല. ഭാര്യ മരിച്ചപ്പോൾ അവസാനമായി അവളെ ബോഡി എനിക്കൊന്ന് കാണാൻ അവസരം തരുന്നുണ്ട്. ബ്രിട്ടീഷ് വൈസ്രോയി സമ്മതിച്ചില്ല. ആ മനുഷ്യൻ്റെ വേദന എത്രയായിരിക്കും? അവസാനം ജയിലിൽ നിന്ന് വിട്ടു. പിന്നെ വീട്ടിൻ്റെ പടുക്കിൽ വന്നപ്പോൾ വീട്ടിൽ കയറണം. കാരണം വീട്ടിൽ ആരുമില്ല, വീട്ടിലെ മനുഷ്യല്ല. ആഘോഷം പോലെ നിറഞ്ഞു നടന്നൊരു വീട്ടിൽ ഇപ്പം ആരുമില്ല. ഞാൻ ഏകാന്തനായി വീട്ടിൽ കയറണമെന്നില്ല, ശങ്കിച്ചു നിന്നു. അവരെ തഖ്ദീർ എന്നിട്ട് ഒരിക്കലും വലിയ വിഷമമുണ്ടോ? അവരൊക്കെ ആർക്ക് വേണ്ടി ജീവിച്ചു? അള്ളാഹുക്ക് വേണ്ടി. എല്ലാം നിറഞ്ഞൊരു മനുഷ്യൻ. ജനിച്ചത് മക്കയില്ല. ഉമ്മ വരെ വലിയ പണ്ഡിതൻ. ഖുർആൻ തഫ്സീർ എഴുതിയിട്ടുണ്ട് അബുൽ കലാം ആസാദ്. ഇന്ത്യയിൽ ഇനിയും എത്രയോ മഹാന്മാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായേക്കാം. അവരൊക്കെ മരിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ഒരു മഹാൻ മരിച്ചത് കൊണ്ട് ഒരു രാജ്യത്തിന് നഷ്ടമുണ്ടാകുകയാണെങ്കിൽ അബുൽ കലാമിൻ്റെ മരണത്തെപ്പോലെ ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ ഇനി വേറെ ഒന്നുമില്ല. ഇത് നെഹ്റു പ്രസംഗിച്ച എവിടെ പ്രസംഗിച്ചു? ഇന്ത്യൻ പാർലമെൻറ്റ് പ്രസംഗിച്ചു. ഏത് കാലം മുസ്ലിങ്ങൾ അത് രണ്ട് വിഭജനം കഴിഞ്ഞ ഉടനെ. അപ്പോൾ ആരായിരിക്കും ഈ മനുഷ്യൻ? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ആദ്യത്തെ വിഭജനം കഴിഞ്ഞിട്ട് ഒരൊറ്റൊന്നിനെ മുസ്ലിമിനെ കേറ്റൂല എന്നറിയുന്ന കാലത്ത് നിർണായക തീരുമാനങ്ങളിൽ മുഴുവനും കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. യോഗം നിർത്തിവെക്കും. മകരി നിസ്കരിച്ച് അബുൽ കലാം ആസാദ് വരാൻ വേണ്ടിയിട്ട് ഗാന്ധിജി അടക്കമുള്ള ഒരാൾ അവിടെ വെച്ചിരിക്കും. ഗാന്ധിജി അടക്കമുള്ളവരെ അവിടെ സ്റ്റേജിലിരിക്കും. എന്തിന്? ആസാദിനെ നിസ്കരിക്കണം. ചെങ്കോട്ടയിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. അപ്പോൾ യോഗം നിർത്തിച്ചു. അബുൽ കലാം ആസാദ് ഇറങ്ങിപ്പോയി. അധ്യക്ഷൻ അബുൽ കലാം ആസാദ് ഇറങ്ങിപ്പോയി തിരിച്ചു വന്ന് മയ്യിത്ത് നിസ്കാരം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് യോഗം തുടങ്ങിയത്. ഗാന്ധിജി അടക്കമുള്ളവർ ആയുസിൻ്റെ സിംഹഭാഗവും ജയിലിൽ. അത്രയൊക്കെ കഴിവുണ്ടായിട്ട്. അപ്പം എന്താ തഖ്ദീർ? അതിലവർക്ക് വിഷമമില്ല. തഖ്ദീർ ഇങ്ങനെയൊക്കെ തഖ്ദീറായിട്ടും ആ മഹാന്മാരായി അറിയപ്പെട്ടില്ല. അതും ചെയ്തു തരേണ്ടത് ആരാ? അല്ലാഹ്. ആരോട് അസൂയക്കണ്ട, അസൂയ മാഷിക്കും.
അസൂയ തീർത്താൽ തീരാത്തൊരു പ്രശ്നം ഇന്ന് മലബാറിലില്ല. എല്ലാവരും അസൂയ ഒഴിവാക്കുക. ഒരാളെ മേലിലുള്ള ആക്ഷൻ എടുക്കാം, അസൂയ കൊണ്ട് ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കരുത്. പിന്നെ അയാൾക്ക് കൊടുക്കാവുന്നതിന് പരമാവധി നീതിയും കൊടുക്കുക. എന്നാൽ പ്രശ്നമൊക്കെ തീർന്നു. എല്ലാം മാന്യ അടിസ്ഥാന അസൂയ. പിന്നെ ന്യായങ്ങൾ പറയുന്നു, ന്യായങ്ങൾ പറയും. ന്യായം പലത്ത് പറയാലോ. ഇപ്പം നിങ്ങളെ പേര് എനിക്ക് ന്യായം ഉണ്ടാക്കാലോ. നാളെ ഞങ്ങൾ ഈ ക്ലാസ്സിന് ഉണ്ട്, അതിന് എനിക്കിപ്പം ന്യായം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളെ ക്ലാസ്സിൽ ഇനി ഇവിടെ മനുഷ്യൻ വരാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യായം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്തിനാ ന്യായം വേണ്ടത്? ഈ ലോകത്ത് എന്തിനും ഞങ്ങൾക്ക് ന്യായം ഉണ്ടാക്കാൻ കഴിയും. നെപ്പോളിയൻ ജർമ്മനി പിടിച്ചിറക്കുമ്പോൾ വരികയാണ്. നെപ്പോളിയൻ ഫ്രാൻസ് അല്ല, ജർമ്മനി പിടിച്ചിറക്കാൻ വേണ്ടി വരിക 18-ാം നൂറ്റാണ്ട്. അപ്പോൾ നെപ്പോളിയൻ ജർമ്മനി പിടിച്ചിറക്കാൻ വേണ്ടി വരുമ്പോൾ ജർമ്മൻ പത്രങ്ങൾ മുഴുവനും ഇതാ പിശാചിനെ ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞ പത്രങ്ങൾ എഴുതി. പിശാചാണ് നമ്മുടെ അടുത്തേക്ക് വന്ന് പിശാചിനെ പ്രതിരോധിക്കുക. നെപ്പോളിയൻ പിശാചാക്കി. നെപ്പോളിയൻ പിശാചാണ്. പിശാച് നമ്മളെ പിടിച്ചടക്കുന്നതിന് മുമ്പ് നാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നേരിടുക. അങ്ങനെ നെപ്പോളിയൻ ജർമ്മനി പിടിച്ചടക്കി. പിറ്റേന്ന് പത്രം എഴുതിയത് രക്ഷകൻ പടിവാതിൽക്കൽ എന്നാണ്. എന്ത് അങ്ങനെയൊക്കെ ഇങ്ങോട്ടാക്കാം? ലോകാത്ഭുതമാണ്. നെപ്പോളിയൻ ജർമ്മനി പിടിച്ചടക്കി. ഫ്രാൻസിന്റെ കീഴിലായി പിന്നെ ജർമ്മനി. അപ്പോൾ പിറ്റേ ദിവസം പത്രക്കാർ എഴുതാണ് എന്ത് വെണ്ടക്ക എന്ത് രക്ഷകൻ പടിവാതിൽക്കൽ. അതല്ല പഠിക്ക്. അപ്പൊ എന്തൊരാളെ മേലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാം. അതാണ് പ്രശ്നങ്ങളുടെ ആധാരം, അടിസ്ഥാന ആധാരം. അതൊന്നുമല്ല. പിന്നെന്താ? അസൂയ ഒഴിവാക്കുക. അള്ളാഹു ബോധം തരട്ടെ. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കുറച്ച് നേരത്തെ തുടങ്ങിയ ക്ലാസ്. ഇത്തരൊന്നും എടുക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ചിന്തിക്കണം. മറ്റേ നമുക്ക് എതിരായ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നഷ്ടമാണ്. ഒന്നും ബേജാറാകണ്ട. ഒന്നുമില്ല. ഒന്നും ബേജാറാവും വേണ്ട. ഒന്നും ബേജാറാണ്ട്. എന്തിനു ബേജാറാകുക വേണ്ട. ഒന്നുമില്ല. നമ്മുടെ പ്രസംഗത്തിനെതിരായ ആരെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ ആ പ്രസംഗം നേരിട്ട് കേൾക്കൂല. ഒരാളോട് പറയും, ഒന്ന് കേട്ടോക്കെ എന്താ പറഞ്ഞത്. എന്തുകൊണ്ട്? അയാളോട് പിന്നെ എനിക്കൊരു ദേഷ്യം തോന്നണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിൽ എതിരാളി പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ല. ഒരാളോട് ചോദിക്കുക എന്തേ പറഞ്ഞു, പിന്നെ മറുപടി അറിയണ്ടാണെങ്കിൽ പറയും. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? നമുക്ക് ഈർഷ്യത തോന്നണ്ട. ഈർഷ്യത തോന്നിയാൽ പിന്നെ നമ്മളെ ബ്ലഡ് പ്രഷർ കൂടും. നമുക്കത് കേടാവും. അപ്പം ഒന്നും വേണ്ട. ഞാൻ പൂർണ്ണമായി തേഞ്ഞ ഒരാളാണെന്നല്ല പറഞ്ഞർത്ഥം. പക്ഷേ അതുകൊണ്ടൊരു സുഖമായി ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഒന്നും പ്രയാസമില്ല. ഒന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. മനസ്സിന് സന്തോഷമാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകളെല്ലാം പൂർണ്ണമായി ഒരുമിച്ച് കൂടുമ്പോഴാണ് എന്താവുക എന്നറിയാം. അതാണ് സത്യത്തിൽ മനുഷ്യ സമൂഹം എന്ന മലർവാടി. ഒരുപാട് കഴിവുകൾ കൂടും. ഓരോ കഴിവുകളും വ്യത്യസ്തമാണ്. ലോകം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം പോലെയാണ്. ആ കല്യാണത്തിന് ക്ഷണിക്കുന്നവരുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നവർ തന്നെ എത്ര സെക്ഷൻ ആളുകളുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നവർ, അതിൽ ഇഞ്ചി കുത്തുന്നവർ മുതൽ എന്ത് ചെയ്യുക, അരി ഇടുന്നവർ മുതൽ അരി കഴുകുന്നവർ, ചെമ്പ് കഴുകുന്നവർ, ഇതൊക്കെ ഭക്ഷണ വിഭാഗം. പിന്നെ എന്തൊക്കെ വിഭാഗങ്ങൾ, ഇവരെല്ലാം കൂടിയതാണ് എന്ത് കല്യാണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ടാവും, ഫുഡ് എഞ്ചിനീയർ. മൂപ്പര് ഇതിലൊന്നും കൂടില്ല. മൂപ്പര് രാഷ്ട്രീയം വന്നാണ് ഫുഡൊന്നും ഇങ്ങനെ നോക്കി ഓക്കെ പറഞ്ഞാൽ എഴുതി കൊടുത്താൽ ഫുഡ് വളർന്നു. ഇൻ്റർനാഷണൽ ഹോട്ടൽ, വലിയ റെസ്റ്റോറൻറ്റുകളിലെ ഫുഡ് എഞ്ചിനീയർ വരണം. മൂപ്പര് കടന്നുറങ്ങാം. ഇവർ വേവും ചൂടും കൊണ്ട് ഉണ്ടാക്കിയ സാധനം ഒരാൾ തിന്നണമെങ്കിൽ മൂപ്പര് എഴുതി കൊടുക്കണം. ആദ്യം മൂപ്പർക്ക് വിളമ്പാം, എന്നാൽ മൂപ്പര് അവിടെ എഴുതിയപ്പെടും. ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റ് അങ്ങനെയാണ്. ഇവൻ എത്ര ഇവന് $10,000 $20,000 ഇവൻ്റെ ശമ്പളം. മറ്റോന് വേവും ചൂടുള്ളവന് $1,000 തയ്ക്കില്ല. ഇന്ത്യ സത്യം ഇതൊക്കെ ഭയങ്കര പൈസ. ഓനൊരു വേവില്ല ചൂടില്ല. ഓനും അടുക്കളേൻ്റെ ഒന്നും ഇങ്ങനെ നോക്കിയിട്ട് ഒരു പാത്രം എടുത്ത് ഓന്ന് തിന്ന്, ഓന് പൈസ കൊടുക്കാതെ തിന്നും ചെയ്യാം. ശമ്പളം അത് മറ്റോ ആശ്രയിച്ചിട്ട് എന്താ കാര്യം? അതേ സമയത്ത് ഉത്തരവാദിത്വനാണുള്ളത്. ഉത്തരവാദിത്വനാണ്. എന്തുകൊണ്ട്? ആർക്കെങ്കിലും പോയിസൺ വന്നാൽ ഇവനെ അറസ്റ്റ് ചെയ്യും, ഷെഫിനെ അറസ്റ്റ് ചെയ്യാം, മറ്റോനല്ല. മനസ്സിലായി? ഇവന് മുങ്ങേണ്ടി വരും. ബിരിയാണി കരിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വെള്ളം മുക്കാൻ പോയ മറ്റേ പണ്ടാരി കെട്ടിച്ചാടിയ സംഭവമുണ്ട്. മനസ്സിലായി? ബിരിയാണി കരിഞ്ഞുന്ന് അവർക്ക് മനസ്സിലായി. ആർക്ക്? ബിരിയാണി കരിഞ്ഞു എന്ന് പണ്ടാരിക്ക് മനസ്സിലായപ്പോൾ പണ്ടാരി പോയാണ്ട് എന്ത് ചെയ്തു? തൊട്ടിയോട് കൂടെ കിണറ്റി ചാടിയിട്ട് അവിടെ നിന്നാണ് ആർത്തു. വെള്ളം മുക്കാൻ പോയതാണ് ഈ സാധു. ഭയങ്കര ആർത്തു.
അപ്പോൾ ഇവൻ എന്ത് പറഞ്ഞു? ആളുകൾ വന്നു, എത്ര നേരമായി ഞാൻ ഇവിടുന്ന് ആർക്കണത് പറഞ്ഞ് എല്ലാവരും വലിച്ചേറ്റി. അപ്പോഴത്തിന് ബിരിയാണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു? ആ പാവത്തിനെ കുറ്റം പറയണ്ട, അത് കേട്ട് ചാടിയതാണ്. എത്ര വട്ടം ആർത്തും സംഭവം കേട്ട് ചാടിയത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഷെഫിനാണ് പ്രശ്നം ഉണ്ടാകുക. അപ്പൊ ഇത് തന്നെ ഓരോരുത്തർക്കും അല്ലാഹു ഓരോ ഖദർ കൊടുത്തു. ആ ഖദറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യർക്ക് കൊടുത്ത ഖദറുകളുണ്ട്. ആ ഖദറുകളിൽ അവർ നിലനിൽക്കും. അതിന് വേറെ ഒരാൾ അസൂയ വെക്കേണ്ട ഒരു ആവശ്യമില്ല. ആ ഖദർ നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഖദർ കിട്ടൂല. അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ടവരിൽ നമ്മളെ ചേർത്ത് തരട്ടെ. നമ്മൾ നശൂക എന്നല്ലാതെ അസൂയ കൊണ്ടൊന്നും ഉണ്ടാവില്ല. അസൂയ വെക്കരുത്. ആരോടും അസൂയ വെക്കരുത്. സന്തോഷമായി ജീവിക്കുക. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ.